بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. നമ്മൾ ഒത്തുകൂടിയത് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഉസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പരിശുദ്ധമായ ഓർമ്മ ദിനത്തിലാണ് റബീഉൽ ആഖിറിന്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ മഹാനാണ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവറുകളെ പറ്റി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ, ഔലിയാക്കൾ തന്നെ വിലയിരുത്തുന്നത്, മഹാനായ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പറയുന്നത്, ലം അറ അഹദൻ യുഅല്ലം മിൻ അജ്ലിദ്ദീനി അക്സറ മിൻഹു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട ഏറ്റവും വലിയ മഹാനാണ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ എന്ന്. അതുപോലെ ധാരാളം കറാമത്തുകൾ ഈ മഹാനിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരാളെയും ഞാൻ കേട്ടിട്ടില്ല എന്ന്. ലം അസ്മഉ അഹദൻ യുഹ്കാ അൻഹു മിനൽ കറാമാതി അക്സറ മിമ്മാ യുഹ്കാ അനി ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒരു മഹാനിൽ നിന്നും ഇത്ര കണ്ട് കറാമത്തുകളും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അത്രയും വലിയൊരു ആളായി മാറി ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അത്രത്തോളം ആത്മീയ ജീവിതം കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഈ മഹാൻ ഉന്നതമായ ഈ പദവി എത്തിയത് അദ്ദേഹത്തിന്റെ വിനയം കൊണ്ടാണ്, റബ്ബിന്റെ മുന്നിലുള്ള വിനയം കൊണ്ടാണ്. മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്, മാ വസൽതു ഇലല്ലാഹി ബിഖിയാമിൽ ലൈലി വലാ സിയാം. ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങളോ ഞാൻ നിർവഹിച്ച നോമ്പുകളോ ആണ് എന്നെ അവിടെ എത്തിച്ചത് എന്ന് ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെയോ വലാകിൻ വസൽതു ഇലല്ലാഹി ബിൽ കറമി വത്തവാളുഇ വസ്സലാമത്തി സ്വദരി. ആരോടും എൻ്റെ മനസ്സിൽ ഒരിക്കലും വിദ്വേഷം ഉണ്ടാവാറില്ല. എൻ്റെ ജീവിതം വിനയമാണ്. മറ്റുള്ളവരുടെ ഇടയിൽ എൻ്റെ വ്യക്തിത്വത്തിന്റെ നിലവാരത്തെ ഞാൻ നിലനിർത്തുന്നു. തുടങ്ങുന്ന സാധാരണക്കാരൻ ചിന്തിക്കുന്ന ഒരു ലെവലിൽ നിന്നും ഞാൻ ചിന്തിക്കുന്നു എന്നെപ്പറ്റി. അതിനപ്പുറത്തേക്ക് അള്ളാന്റെ ഔദാര്യം കൊണ്ടല്ലാതെ ഈ പദവിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്ന് ശൈഖ് ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുന്നതായും അവിടുത്തെ സീറകൾ ഉദ്ധരിക്കുന്ന കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആത്മീയമായ ഒരു ശക്തി, നമ്മുടെ ഈമാനിന് ബലം കിട്ടുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നന്നാവാൻ പറ്റുക. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയാ ജീവിച്ചത്. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഇബാദത്തുകൾ ചിട്ടയോടുകൂടെ നിലനിർത്തി പോകുന്ന. ഒരു ദിവസം ഒരു ഖത്മുൽ ഖുർആൻ തീർക്കുമായിരുന്നു. മഹാനവറുകൾ അത് പതിവായി ചെയ്യുമായിരുന്നു. ആ പതിവ് മഹാനവറുകൾ നിലനിർത്തി പോന്നു. അതിനുവേണ്ട എല്ലാ ത്യാഗങ്ങളിലും മഹാനവറുകൾ ഏർപ്പെട്ടു എന്നതാണ്. എത്രയോ റക്അത്തുകൾ നിസ്കരിക്കുമായിരുന്നു, അത് പതിവായി ചെയ്തു പോന്നു. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നിരന്തരമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ളുഹർ കഴിഞ്ഞ സമയത്ത് അത് നിലനിർത്തി പോന്നു. അങ്ങനെ ആത്മാവിന് ശക്തി കൊടുത്ത് ആത്മീയമായ ഒരു ശക്തി കൈവരിച്ച് ഇബാദത്തുകൾ നിറഞ്ഞു നിന്ന ഒരു ജീവിതം. അത്ര ഒന്നും ആയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഇബാദത്ത് കൊണ്ട് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന ഒരു ചിന്തയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച ഈ താരതമ്യത്തിലൂടെ കൊണ്ടുപോകുന്നത്.
അള്ളാഹു നമുക്ക് ഇൽമിൽ ബറക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുഷിച്ച ചിന്തകളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കി പരിശുദ്ധമാക്കി ജീവിക്കുമ്പോഴാ ശൈഖ് അവറുകളൊക്കെ ജീവിച്ച പോലെ ആവാൻ കഴിയും. ദുഷിച്ച ചിന്തകൾ ഒരിക്കലും മനസ്സിൽ പാടില്ല, അത് ഏത് നിലക്കാണെങ്കിലും. അങ്ങനെ ഹൃദയത്തെ നന്നാക്കി ജീവിക്കുന്ന ആൾ കുറച്ച് അമൽ ചെയ്താലും അത് ഫലിക്കും. ഒരു മരുന്ന് ഫലിക്കാൻ എന്തെല്ലാം പഥ്യം വേണ്ടി വരുമെന്ന് ആ വൈദ്യൻ പറയുന്നുവോ ഡോക്ടർ പറയുന്നുവോ അത് മുഴുവൻ പാലിച്ചാൽ ആ മരുന്ന് കൊണ്ട് ഗുണമുള്ളൂ. ഇബാദത്ത് എന്നത് ഹൃദയത്തിന്റെ മരുന്നാണ്. അത് ഫലം കാണണമെങ്കിൽ അതിന് നിർദ്ദേശിക്കപ്പെട്ടതായ സമയത്ത് കൃത്യമായി തന്നെ അതിന്റെ അളവിൽ ചെയ്യണം. അതിലൊന്നും വിട്ടുപോവാൻ പാടില്ല. 5 വഖത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെത് ആ 5 വഖത്ത് നിർബന്ധം. അതിന് നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. ആ സമയത്ത് തന്നെ അതിന്റെ ആദ്യ അവസരത്തിൽ ചെയ്യണമെന്നതാണ്. അതിനോട് അനുബന്ധമായി ചെയ്യേണ്ടതും അതിനോടനുബന്ധമായി ചെയ്യാൻ പാടില്ലാത്തതും. ഒരു നിസ്കാരമുള്ള മനുഷ്യനല്ല അയാൾ അങ്ങനെ ചെയ്യൂലല്ലോ എന്ന് പറയാറുണ്ടായിരുന്നു പണ്ട്. ഒരു നിസ്കാരമുള്ളവനിൽ ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു തർബിയത്തുണ്ട്. അത് ഇന്ന് കാണപ്പെടുന്നില്ല എന്നാണ് അതിന്റെ ചുരുക്കം. യർമൂക്ക് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളോട് പരാജയപ്പെട്ട അന്താക്കിയയിലെ ഹിർക്കൽ രാജാവ് റോമൻ കമാൻഡർമാരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ അവർക്ക് കിട്ടുന്ന ഒരു മറുപടി, ഖദിമ മുൻഹസിമി റൂം അലാ ഹിർഖൽ ഫദഅ ഉലമാഅ റൂം വഖാല വൈഹുക്കും അഖ്ബിറൂനി അലൈസൽ അറബു ബശ്റം മിസ്ലക്കും. ഹിർക്കൽ രാജാവ് റോമൻ കമാൻഡർമാരോട് ചോദിക്കാണ്, തോറ്റ് പരാജയപ്പെട്ട് വന്നപ്പോ ചോദിക്കാണ്, വൈഹുക്കും അഖ്ബിറൂനി അലൈസൽ അറബു ബശ്റം മിൻകും. എന്നോട് പറയാ, നിങ്ങൾക്ക് എന്ത് നഷ്ടം, എന്ത് നാശം, കഷ്ടാണല്ലോ നിങ്ങളുടെ കാര്യം. അറബികളോട് തോറ്റിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കാം. ഇന്നത്തെ ഇറ്റലിയിലെ അന്താക്കിയ നാട്ടിൽ ഹിർക്കൽ രാജാവിന്റെ പട്ടാളം മഹാന്മാരായ സ്വഹാബികളോട് പരാജയപ്പെട്ടു വന്നതിനെ പറ്റി രാജാവ് ചോദിക്കാം, നിങ്ങൾക്ക് നാശം, കഷ്ടാണ് നിങ്ങളുടെ കാര്യം. എന്തിനാ ഈ അറബികളുടെ അടുത്ത് പോയി തോറ്റു വന്നിരിക്കുന്നത്? അലൈസൽ അറബു ബശ്റം മിസ്ലക്കും. അറബികൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർ തന്നെയല്ലേ, എന്നിട്ട് അവിടെ പോയി തോറ്റിട്ട് വന്നിരിക്കാം? അവര് പറഞ്ഞു, ബല, അതെ, ഞങ്ങളെപ്പോലുള്ളവര് തന്നെയാണവര്. അപ്പൊ രാജാവ് പിന്നെയും ചോദിച്ചു കമാൻഡർമാരോട്, അൻതും അക്സറു അംഹും, സംഘബലത്തിൽ ആളെണ്ണത്തിൽ കൂടുതൽ നിങ്ങളാണോ അതോ അവരാണോ? ഇവിടുന്ന് പോയ സൈന്യത്തിന്റെ എണ്ണമാണോ കൂടുതൽ അതോ അറബികളുടെ സൈന്യത്തിന്റെ എണ്ണമാണോ കൂടുതൽ? ഖാലൂ നഹ്നു, ഞങ്ങളാണ് അംഗസംഖ്യ കൂടുതൽ, ആൾ എണ്ണം കൂടുതൽ ഞങ്ങളായിരുന്നു. എന്നിട്ട് എന്താ, ഫമാ ബാലുക്കും തൻഹസിമൂൻ, നിങ്ങൾ തോറ്റ് തിരിഞ്ഞു ഓടേണ്ട വന്നല്ലോ, എന്താണ് എന്ന് ഹിർക്കൽ രാജാവ് അവരോട് ചോദിക്കാണ്. ഫസക്കത്തു, ഒരാളും മിണ്ടുന്നില്ലേ, ഉത്തരവില്ല. ഫമാ ബാലുക്കും തൻഹസിമൂൻ ഫസക്കത്തു ഫഖാല ശൈഖും മിൻഹും അന ഉഖ്ബിറുക. അപ്പൊ ആ സൈനികരിൽ ഒരു വൃദ്ധനായ ആളുണ്ടായിരുന്നു. ഈ തിരിഞ്ഞു ഓടി തോറ്റോടി വന്നവരിൽ ഒരു വൃദ്ധനായ ആളുണ്ടായിരുന്നു. അയാൾ നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. അയാൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ പറയാം എന്താ നമ്മൾ തോക്കാനുണ്ടായ കാര്യം എന്താന്ന് സത്യസന്ധമായിട്ട് ഞാൻ പറയാം. അപ്പൊ രാജാവ് പറഞ്ഞു, അത് നീ പറയേ, എന്താണ് ഈ സൈന്യം പരാജയപ്പെട്ട അറബികളാകുന്ന സ്വഹാബികളോട് പരാജയപ്പെട്ട് ഇവിടെ വരാനുള്ള കാരണം എന്താ? അപ്പോൾ ആ വൃദ്ധൻ പറയാൻ തുടങ്ങി, ഇദാ ഹമൽനാ അലൈഹിം സബറു വഇദാ ഹുമിലു അലൈനാ സദഖു. നമ്മൾ നമ്മുടെ ശത്രുക്കളായ മുസ്ലിമീങ്ങളുടെ നേരെ പീഡനങ്ങളുമായി ചൊല്ലുമ്പോൾ ക്ഷമിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. അവർ പരസ്പരം നമുക്കെതിരെ കൈകോർക്കുന്ന സമയത്ത് അവർക്കിടയിൽ വിള്ളലില്ല. അവർ ഒറ്റക്കെട്ടായിരുന്നു, ഒരേ അഭിപ്രായവും ഒരേ ചിന്തയുമായിരുന്നു. അവരുടെ വിശ്വാസത്തിൽ അവർ സത്യസന്ധരായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വഞ്ചിക്കാറില്ല, പാര വെക്കാറില്ല. അതായിരുന്നു അവരുടെ പ്രത്യേകത. പിന്നെയും പറഞ്ഞു, നമ്മൾ പരാജയപ്പെടുത്തുമെന്ന് ഉറപ്പിച്ചു പോയ ഇത്രയും വലിയ സൈന്യം ഏതൊരു മുസ്ലിം പക്ഷത്തോടാണ് തോറ്റുവന്നത്? ആ മുസ്ലിം പക്ഷത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അവർ പകല് നോമ്പ് നിരന്തരം സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നവരായിരുന്നു.
അതോടൊപ്പം തന്നെ രാത്രികളിൽ അവർ ഹയാത്താക്കി നിസ്കരിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. വയൂഫൂന ബിൽ അഹദ്, വാക്ക് പറഞ്ഞ് പാലിക്കുന്നവരും, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ലത് ചെയ്യാൻ എല്ലാരോടും പറയുന്നവരും, സ്വന്തം ജീവിതത്തിൽ അത് ചെയ്തു കാണിക്കുകയും, വയൻഹൗന അനിൽ മുൻകർ, തിന്മകളിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കുന്നവരും, വലാ യളിമൂന അഹദൻ, ഒരാളെയും അനധികൃതമായി ആക്രമിക്കാത്തവരും, വയതനാസഫൂന ബൈനഹും, അവർക്കിടയിൽ വലിയ പാരസ്പര്യ ബോധം വളർത്തുന്നവരും ഒക്കെയായിരുന്നു. എന്നാലോ നമ്മളോ ഈ പരാജയപ്പെട്ടു വന്ന ഹിർക്കൽ രാജാവിന്റെ സൈനികരാകുന്ന ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളതുപോലെ ആയിരുന്നില്ല. മിൻ അജ്ലി അന്നാ നശ്റബുൽ ഖംറ വനസ്നി, ഞങ്ങൾ കള്ളുകുടിക്കുന്നവരും വ്യഭിചരിക്കുന്നവരാ ഞങ്ങൾ ഈ സൈന്യം. അതുപോലെ തന്നെ വനഉമുറു ബിമാ യുസ്ഖിതുല്ലാഹ്, ദൈവകോപം ഇറങ്ങുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു മടിയില്ലാത്തവരാ ഞങ്ങൾ. അതുപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്തത് ഞങ്ങൾ യഥേഷ്ടം ചെയ്യുന്നവരുമായിരുന്നു. ഒരു മുസ്ലിം അല്ലാത്ത ആള് ധർമ്മവും അധർമ്മവും വിവരിച്ച് കാണിക്കുന്നിടത്ത് ധർമ്മത്തിന്റെ സംഘം ചെറുതായിട്ടും അവർ വിജയിച്ചതിന്റെ കാര്യം അവരുടെ ആത്മാവിന് കിട്ടിയ ഈമാന്റെ ഒരു കരുത്തായിരുന്നു. അതായത് സ്വഹാബികളെ പറ്റിയാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഫലസ്തീനും അങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് വലിയ ആവേശം, ഒരു വലിയ പ്രേരണ, ശക്തി, ഒരു കരുത്ത്. ഭക്ഷണം കഴിച്ചതിന്റെ അല്ല, പട്ടിണിയാ. ഇത്ര ദിവസമായി ഒരു കുഞ്ഞൊക്കെ 3 നേരം ഭക്ഷണം പോയിട്ട് 1 നേരമൊക്കെ കഴിച്ചത്. എന്നാലും അവർക്ക് തളർച്ചയില്ല. അവർ തകർന്നടിയ ഓരോരുത്തരും ഇപ്പോഴാണോ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണോ ഞാൻ മരിക്കുക എന്നത് ആലോചിക്കുക, അല്ലാതെ കാലാകാലം ജീവിക്കുന്നില്ല. മരണധാരണ അവരുടെ മുന്നിലുണ്ട്. പക്ഷേ അവരുടെ ഹൃദയത്തിന് കിട്ടിയതായ ഒരു കരുത്ത് അമല് കൊണ്ടാണ്. അമല് കൊണ്ടൊരു കരുത്ത് ഹൃദയത്തിന് കിട്ടുമെന്നാണ് ഈ സംഭവം പറയുന്നത്. അമല് കൊണ്ട്, പകലിലെ നോമ്പും രാത്രിയിലെ നിസ്കാരം കൊണ്ടും ഹിർക്കൽ രാജാവിന്റെ പടയെ തുരുത്തി ഓടിക്കാൻ മുസ്ലിം പക്ഷത്തിന് കഴിഞ്ഞ് എന്ന് പറഞ്ഞത് അമല് കൊണ്ടാണ്. അമല് കൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്നത് ഒരു വലിയ ധർമ്മസങ്കടമാണ്. അമല് ചെല്ലേണ്ടോടത്തേക്ക് ചെല്ലുന്നില്ല. ഒരു മനുഷ്യന്റെ നിസ്കാരം ആ മനുഷ്യനിൽ എത്രമാത്രം ഇടപെടുന്നു എന്നുള്ളത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഭയങ്കര ശക്തിയാ ഒരു നിസ്കാരത്തിനുള്ളത്. നിസ്കരിച്ചാൽ മതി എന്നാ പറഞ്ഞത്, ശത്രുവിനെ ഓടിക്കാൻ. നബിയെ അങ്ങ് നിസ്കരിച്ചോളൂ, ഞാൻ നോക്കിക്കോളാം അവനെ. ആരെ? ഷാമിലെ കച്ചവടം കഴിഞ്ഞ ആ വർഷം വലിയ ലാഭം ഉണ്ടായി. ആ കച്ചവടത്തിൽ വലിയ ലാഭ. ഈ ലാഭം കിട്ടിയ പണം ഒരു വലിയ പതക്ക വാങ്ങി, അതിനൊരു നൂല്, ഒരു ചരട് കോർത്ത് കഴുത്തിലങ്ങിട്ടു, വലിയ സ്വർണത്തിന്റെ പതക്ക. എന്നിട്ട് തന്റെ കുപ്പായത്തിന്റെ ഷർട്ടിന്റെ ബട്ടൺ മുഴുവൻ അഴിച്ചിട്ടിട്ട് രോമാവൃതമായ നെഞ്ചകത്തിൽ തിളക്കമാർന്ന പതക്ക തത്തിക്കളിക്കുന്നു. അതിനുവേണ്ടി ആടി ഉലഞ്ഞു നടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കുണുങ്ങി നടക്കുന്ന ഒട്ടകത്തിന്റെ മുകളിൽ കയറി. എന്നിട്ട് അബൂജഹലും മുന്നിൽ നടന്നു. കച്ചവട സംഘം മക്കയിലേക്ക് തിരിച്ചു വരാം. അപ്പൊ അവന്റെ നെഞ്ചിൽ കിടന്ന് തത്തിക്കളിക്കുന്ന പതക്കയെ ചൂണ്ടിട്ട് പറഞ്ഞു, ആർക്കായത് വേണ്ടത്? ആർക്കായത് വേണ്ടത്? വേണ്ടവർ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയപ്പെടുത്തിയിട്ട് വാ, സമ്മാനമായിട്ട് ഞാൻ ഇത് തരാന്നാ പറഞ്ഞത്. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞത്, അവന്റെ തലമുടിയുടെ കെട്ടിന് ഞാൻ അങ്ങ് പിടിക്കും നബിയെ. അവന്റെ തലമുടിയുടെ കെട്ടിന് ഞാൻ അങ്ങ് പിടിക്കും. എന്നിട്ട് അവനെ നരകത്തിലേക്ക് ഞാൻ വലിച്ചെറിയും. വസ്ജുദ് വഖ്തരിബ്, അങ്ങ് സുജൂദ് വർദ്ധിപ്പിച്ചാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. അങ്ങ് നിസ്കരിച്ചാൽ മതി, അവനെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയല്ല ഇഖ്റ ബിസ്മി അവസാനിക്കുന്നത്. വസ്ജുദ് വഖ്തരിബ്, അങ്ങ് സുജൂദ് വർദ്ധിപ്പിച്ച അവനെ ഞാൻ നോക്കിക്കോളാം. ഈ രീതിയിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിസ്കാരം കൊണ്ട് ശക്തി കിട്ടും എന്നാ പറഞ്ഞത്. നിസ്കാരം വലിയൊരു ശക്തിയുള്ള അമല, പക്ഷെ കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നില്ല. ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പോലെയുള്ള ഖദ്ദസല്ലാഹു അസ്റാറഹു മഹത്തുക്കളും നിസ്കാരം കൊണ്ട് ശക്തി പ്രാപിച്ചവരാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയൊക്കെ ചെയ്തിട്ടും അതുകൊണ്ടൊരു ഗുണം കിട്ടുന്നില്ല എന്നൊരവസ്ഥ വരാൻ പാടില്ലല്ലോ. നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ സുന്നത്ത് നിസ്കാരങ്ങൾ യഥേഷ്ടം ഉണ്ടാവണം. കാരണമില്ലാതെ ഫർദ് ഖളാ ആയിട്ടുണ്ടെങ്കിൽ അതിനെ മുന്തിച്ച് ഖളാ വീട്ടണം. നമുക്ക് ഓർമ്മയൊന്നുമില്ല എപ്പോഴാ ഖളാ ആയത്, എന്താ ഒരു കണക്കൂല അതിനെപ്പറ്റി. എന്നാൽ അത് ഫർദ് നിസ്കാരങ്ങളുടെ കൂടെ അങ്ങനെ ഖളാ വീട്ടി പോവാ. അപ്പൊ സുന്നത്ത് പാടെ ഉപേക്ഷിക്കുകയും ചെയ്യരുത്. കാരണമില്ലാതെ ഖളാ ആയതിനെ ഖളാ വീട്ടിയേ പറ്റൂ, അല്ലാത്തതും ഖളാ വീട്ടണം.
ഒരു പാർക്കലിന് പോയി, ഒരു വീട് പാർക്കലിന് പോയി, ഒരു കല്യാണത്തിന് പോയി, വെറുതെ കളാക്കി 3 ദിവസം. പാടില്ല അങ്ങനെ. നിന്റെ മലമൂത്ര വിസർജന, ഭക്ഷണം കഴിക്കൽ, അത്യാവശ്യമാകുന്ന ഉറക്കം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മുഴുവൻ ടൈമും അത് കളാ വിട്ടാൻ ആദ്യം തന്നെ മാറ്റിവെക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത്. എന്നാൽ എപ്പോഴൊക്കെയോ പോയി ഒരു ഓർമ്മയുണ്ട് കളായിട്ടുണ്ടാവുമെന്ന്, ചെറുപ്പത്തിലൊക്കെ ആയിരിക്കും, അതൊക്കെ ഇങ്ങനെ കുറേശ്ശെ കളാ വീട്ടുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഫർദ് നിസ്കരിക്കുന്നതിന്റെ കൂടെ ആ നിസ്കാരത്തിന്റെ മുമ്പ് സമയമുണ്ട് അങ്ങോട്ട് കളാ വീട്ടിക്കൊണ്ടിരിക്കുക. അസ്ർ കഴിഞ്ഞും സുബഹി കഴിഞ്ഞും കളാ വീട്ടാതിരിക്കുക. അതൊക്കെ മുമ്പ് കളാ വീട്ടാനുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് അതനുസരിച്ച് കളാ വീട്ടിക്കൊണ്ടിരിക്കുക. ഇഷ മഗ്രിബിന്റെ ഇടയിൽ മഗ്രിബ് മുതൽ ഇഷ വരെയുള്ള ടൈം പരമാവധി നിസ്കാരം കൊണ്ട് തന്നെ നിലനിൽക്കാൻ നോക്കാം. ഏറ്റവും അഫ്ളല് ആ സമയത്ത് നിസ്കാരം കൊണ്ട് ഹയാത്താക്കല. ഇഷാ മഗ്രിബിന്റെ ഇടയിൽ പരമാവധി നിസ്കാരം. അതുകൊണ്ടാണ് അവ്വാബി നിസ്കാരമൊക്കെ ഇഷാ മഗ്രിബിന്റെ ഇടയിൽ വലിയ സുന്നത്തായി വന്നിട്ടുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അല്ലാത്ത സമയങ്ങളിലൊക്കെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പരമാവധി ചെയ്യാം. ഫർദ് ഖളാ ഉണ്ടാവാം, അതും അതിന്റെ കൂടെ അങ്ങനെ ഖളാ വെട്ടിക്കൊണ്ടിരിക്കാം. തീരെ സുന്നത്തുകൾ ഒഴിവാക്കി പോകാൻ പാടില്ല. ഫർദ് ഖളാ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, ഫർദ് ഖളാ ഉണ്ടെങ്കിൽ അത് കാരണം ഇല്ലാതെ ഖളാ ആയി എന്ന് നമുക്ക് ഉറപ്പുള്ള ആ ഫർദുകളെ വേഗം ഖളാ വെട്ടിക്കൊള്ളണം. അത് കഴിഞ്ഞിട്ടേ ജോലിക്കും പണിക്കും പോകാൻ പാടുള്ളൂ. അത്ര നിർബന്ധം. എന്നാൽ എപ്പോഴാ പോയത് എന്താണെന്നൊന്നും വലിയ ഓർമ്മയും കഥയൊന്നുമില്ല അതിനെപ്പറ്റി. എന്നാ അത് ഫർദിന്റെ കൂടെ അങ്ങനെ കുറേശ്ശെ ഖളാ വീട്ടി പോവാം. ഈ രീതിയിലൊക്കെ നിസ്കാരവുമായി ബന്ധപ്പെട്ട അള്ളാഹു കാരുണ്യവാനല്ല, അള്ളാഹു പുറത്തു തരട്ടെ. നിസ്കാരം അങ്ങനെ വലിയ അമലാണ്, വലിയ ശക്തിയാ കൊടുക്കാം. നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല വലിയ കാവല തരാം. അമല് കൊണ്ടൊരു ശക്തി നമ്മുടെ ഖൽബിന് കൊടുക്കാൻ കഴിയണം. അമല് കൊണ്ടൊരു ശക്തി ഖൽബിന് കൊടുക്കാൻ കഴിയണമെങ്കിൽ ഈ അമല് ചെയ്യുന്നത് അള്ളാഹ് സ്വീകരിക്കണോലോ. അപ്പൊ ആ അമല് ബാത്തിലാവുന്ന ഒന്നും എന്റെ വായോണ്ട് പറയാനും പാടില്ല, ആ അമല് ബാത്തിലാവുന്ന ഒന്നും ഞാൻ ചെയ്യാനും പാടില്ല. ഞാൻ ഇന്ന് സുബഹി നിസ്കരിച്ച് ഈ പാട് മുഴുവൻ കഴിച്ചിട്ട് അത് വെറുതെ വേസ്റ്റ് ആവാൻ പാടില്ല. അവിടെ ചെല്ലുമ്പോ അവിടെ പ്ലെയിൻ ഷീറ്റായിട്ട് കാണും, ഞാൻ നിസ്കരിച്ചു ഒന്നതിൽ കാണുന്നില്ല. എന്തേ? അതിന് പറ്റാത്തത് ഞാൻ ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ ഖൽബ് നന്നാവാൻ വേണ്ടി ഞാൻ ചെയ്ത ആ നിസ്കാരത്തെ ഉപകാരപ്പെടണമെന്ന നിയ്യത്തില് മറ്റുള്ള പ്രവർത്തനങ്ങൾ ആലോചിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം ബുഖാരി ഇവിടുത്തെ സ്വഹീഹിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. നമ്മുടെ നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിന്റെ ശക്തി എന്താണെന്നറിയോ? ഹബീബ് പറയുന്നു, ഫൈദാ ജലസ അഹദുകും ഫിസ്സലാത്തി ഫൽയഖുൽ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹ്. അങ്ങനെ അങ്ങ് പോന്നു അത്തഹിയ്യാത്ത് ഓതിപ്പോരുന്ന വാക്കുകൾ. ഒരാള് അവന്റെ അത്തഹിയ്യാത്തില് നിസ്കാരത്തിന്റെ വേളയിൽ അത്തഹിയ്യാത്തിലിരിക്കുമ്പോ അത്തഹിയ്യാത്ത് ചൊല്ലി വരുമ്പോൾ അവൻ പറയുന്നുണ്ട്, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ അവന്റെ എല്ലാ അടിമകൾക്കും സ്വാലിഹീങ്ങൾക്കും എനിക്കും കുടുംബത്തിനും ഒക്കെ ഉണ്ടാവട്ടെ. ഒരു ദുആയത് നിസ്കാരം തുടങ്ങി തീരുന്നവരെ ദുആയാണ്. നിസ്കാരത്തിന് അറബിയിൽ പറയും അസ്വല, നിസ്കാരം. ഇപ്പോഴും ഗൾഫ് സമ്പർക്കം ധാരാളമുള്ള ആളുകൾ ഇപ്പോഴും പറയും സ്വല എന്നാ പറയും. സ്വല. ഇപ്പൊ കുറച്ചും ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സ്വല കഴിഞ്ഞിട്ട് നമുക്ക് പോവാം, ഞാൻ വേഗം വണ്ടിയായിട്ട് വരാം. സ്വല കഴിഞ്ഞിട്ട് ഒരു മയ്യത്തെടുക്കാൻ പോവാൻ ഉണ്ടായിരുന്നു, വേഗം പോണം. സ്വല കഴിയുമ്പോഴേക്ക് ഞാൻ എത്തി. എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്ത് സ്വല കഴിയുമ്പോഴേക്കും. മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. വേഗം എത്തിക്കോളാന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ സ്വല കഴിയുമ്പോഴേക്കും ഞാൻ എത്തി. രണ്ടാമത് എനിക്ക് മനസ്സിലായി സ്വല എന്ന് പറയും. സ്വല എന്ന് പറഞ്ഞ അദ്ദുആ, നിസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം പോലും ദുആയാണ്. തുടക്കത്തിന്റെ ദുആ ഏതാ? തുടക്കത്തിന്റെ ദുആ വജ്ജഹതു വജ്ഹിയ ലില്ലദീ وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. തുടക്കത്തിന്റെ ദുആ. വജ്ജഹത്തിന് മുമ്പ് അഊദു ബിസ്മിയും ഓതുന്നവർ ആരെങ്കിലും ഉണ്ടോ? പാടില്ല. വജ്ജഹത്തിന് മുമ്പ് അഊദു ബിസ്മിയും ഇല്ല. എന്തുകൊണ്ട്? തുടക്കത്തിന്റെ ദുആ എന്ന് പറയുന്നത് ഏതാണ്?
വജ്ഹത്തുമാണ്. ഇഫ്തിതാഹിന്റെ ദുആയാണ്, ദുആഉൽ ഇഫ്തിതാഹ് എന്നാണത്. ഇത്രയും കൂടി പറയാൻ പറ്റില്ല നമുക്ക്, അതുകൊണ്ടാണ് നമ്മളത് വജ്ഹത്ത് ചോദിക്കുന്നത്. ശരിക്കും അതിന്റെ പേരെന്താണ്? ദുആഉൽ ഇഫ്തിതാഹ്. ഇഫ്തിതാഹിന്റെ ദുആ എന്ന് പറഞ്ഞ തുടക്കത്തിൽ തന്നെ വേണ്ട ദുആയാണ്. ആ ദുആ തുടങ്ങുന്നതിന് മുമ്പ് വേറെ ദുആ വന്ന ഈ ദുആ തുടക്കത്തിന്റെ ദുആ അല്ല. വജ്ഹത്തിന് മുമ്പ് അഊദും ബിസ്മി ഓതി കഴിഞ്ഞാൽ ഈ അഊദ് മാത്രം അല്ലെങ്കിൽ ബിസ്മി മാത്രം എന്തെങ്കിലും ഓതിപ്പോയാൽ പിന്നെ വജ്ഹത്തിന്റെ ചാൻസ് പോയിന്ന, പിന്നെ വജ്ഹത്ത് ഇല്ല, പിന്നെ വജ്ഹത്ത് കൊണ്ട് ഗുണമില്ല. അതുകൊണ്ട് വജ്ഹത്തിന്റെ മുമ്പ് എന്താ പാടില്ല? അഊദും ബിസ്മിയും, അഊദോ അല്ലെങ്കിൽ ബിസ്മിയോ. അഊദും ബിസ്മിയും കൂടി ഇട്ടും തന്നെയല്ല, ഇനി ബിസ്മി മാത്രം ഓതിയാലും പറ്റൂല. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين. ആകാശത്തെയും ഭൂമിയൊക്കെ പടച്ച അല്ലാഹുവേ, നിന്റെ മുന്നിൽ എൻ്റെ എല്ലാം ഞാൻ ഏൽപ്പിക്കാം. എൻ്റെ നിസ്കാരം, എൻ്റെ സർവ്വ അമലുകളും, വമഹ്യായ വമമാതി ലില്ലാഹി, എൻ്റെ ജീവിതവും മരണവും ഒക്കെ റബ്ബുൽ ആലമീനായ തമ്പുരാൻ, ലാ ശരീക ല, അവനാരും പങ്കുകാരില്ല. വബിദാലിക, ഈ പറഞ്ഞ തത്വമാണ് ഉമിർത്തു, എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏതിന്? ഇല്ല, പാടില്ല എന്നല്ലേ പറഞ്ഞ്. വജ്ഹത്തിന് മുമ്പ് അഊദും ബിസ്മിയും, അഊദു അലി ബിസ്മിയോ ഒന്നും പാടില്ല. ശേഷം പിന്നെ ഫാത്തിഹ ഓതേണ്ട, ബിസ്മി വേണ്ടേ? പിന്നെ ഫാത്തിഹയിലേക്ക് കയറാണ്. ഈ നിസ്കാരം അവസാനിക്കുന്ന എങ്ങനെയാ? അല്ലാഹുമ്മ ഗ്ഫിർ ലിമാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിർ. എന്തൊരു ദുആയാണിത്! അല്ലാഹുവേ, ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. മാ ഖദ്ദംതു വമാ അഖർതു, ഞാൻ ചെയ്തേ പോയി ഒരുപാട് മുമ്പ്. വരാനുള്ള കാലങ്ങളിൽ ഞാൻ ഇനി ചെയ്യാനത്ര ഉണ്ടാവും. എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഇനിയും തെറ്റു ചെയ്യൂ അല്ലാ. ഇതൊക്കെ ചൊല്ലി തീർത്ത അവസാനം ദജ്ജാലിനെ തൊട്ട് കാവലും തേടി സലാം വീട്ടിട്ട് പിന്നെയും പറയണം എന്താ? സലാം വീട്ടി കഴിഞ്ഞ ഉടനെ 3 വട്ടം പറയണം എന്ത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പറയാതെ തിരിയാൻ പാടില്ല, പറയാതെ വേറെ. എന്തുകൊണ്ട്? ഈ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് ഈ മനുഷ്യന് കൊടുക്കുന്ന വലിയ നേട്ടം. നിസ്കാരത്തിലെ കുറവുകൾ പരിഹരിച്ചു പോകും. നിസ്കാരം ഖൽബ് ടു ഖൽബാണ്. നിർബന്ധാണെന്നല്ല, നിർബന്ധമായും ഓതിയേ പറ്റൂ എന്നാണ്. നിർബന്ധാണെന്നല്ല, നമ്മളത് ഓതണം. നമ്മുടെ നിസ്കാരം കബൂലാവലാണ്. നിസ്കാരം കബൂലാവണം. നിസ്കാരത്തിൽ വീഴ്ചകളുണ്ട്, അത് അല്ലാഹ് പൊറുക്കാനാ. അസ്തഗ്ഫിറുല്ലാഹ്. നിസ്കാരത്തെ കുറിച്ച് ഹബീബ് പറഞ്ഞത്, നിസ്കാരം എന്നാൽ മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജ് എന്ന് ഖാല റസൂലുള്ളാഹി. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ എന്താ? മിഅ്റാജ് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോവല. മിഅ്റാജ് ഹബീബായ നബി തങ്ങൾ സ്വർഗ്ഗം കണ്ടതാണ്. നിസ്കാരം എന്നതൊരു മനുഷ്യനെ സംബന്ധിച്ച് മിഅ്റാജിന്റെ അനുഭവമാണ്. മഹാനായ മൗലാന മുഹമ്മദ് അലി ജൗഹർ പാടാറുണ്ട്, അദ്ദേഹത്തിന്റെ നിസ്കാരം ഒരു മിഅ്റാജിന്റെ അനുഭവമായിരുന്നു എന്ന്. മിഅ്റാജ് കിസി ഹാസിൽ സദദോ മേ കൈഫിയത്ത്. മിഅ്റാജിന്റെ ഒരു അനുഭവം എന്റെ സുജൂദിൽ എനിക്ക് കിട്ടാറുണ്ട്. മിഅ്റാജിന്റെ അനുഭവം എന്റെ സുജൂദിൽ എനിക്ക് കിട്ടാറുണ്ട്. മിഅ്റാജിന്റെ അനുഭവം ഇക്കെന്താ പറഞ്ഞേ? മനസ്സിലായില്ല. പാട്ടുണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് ലാസ്റ്റ് പറയാതൊക്കെ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും മൈക്കിന്റെ മുമ്പിൽ ഇരിക്കല്ലേ, ഇൻഷാ അല്ലാഹ്. മിഅ്റാജിന്റെ അനുഭവം എന്റെ സുജൂദിൽ കിട്ടുന്നു. എന്താ മിഅ്റാജിന്റെ അനുഭവം? ഒരിക്കൽ പരിശുദ്ധ മദീനയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരു നിസ്കാരത്തിന്റെ നേരം കൈ മുന്നോട്ട് നീട്ടി പെട്ടെന്ന് മടക്കി. സ്വഹാബത്ത് ശ്രദ്ധിച്ചു. എന്നിട്ട് ഹബീബിനോട് ചോദിച്ചു, നിസ്കാരം കഴിഞ്ഞപ്പോൾ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് ക, 'ക, 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 'ക,
അത് വല്ലാതെ കൈ ഇങ്ങനെ ചെറുതായിട്ടല്ല, അതെന്തോ പിടിക്കാൻ പോകുമ്പോൾ ശക്തമായ രീതിയിൽ. എന്റെ നിസ്കാരത്തിന്റെ വേളയിൽ ഞാൻ സ്വർഗം അനുഭവിച്ചു സഹാബ. സയ്യിദുനാ റസൂലുള്ളാഹി എന്റെ നിസ്കാരത്തിന്റെ വേളയിൽ ഞാൻ സ്വർഗം അനുഭവിച്ചു സഹാബ. അതുകൊണ്ട് നിസ്കാരത്തിൽ സ്വർഗത്തിന്റെ മുന്തിരി കുല ഞാൻ കണ്ടപ്പോൾ അത് പിടിക്കാൻ വേണ്ടി കൈ പോയതാ. ആ മുന്തിരിക്കൊല പിടിക്കാൻ ഞാൻ കൈ പോകുമ്പോ എന്റെ മനസ്സെവിടെയാ? നിസ്കാരത്തിൽ അങ്ങോട്ട് ലയിച്ച്. മുന്തിരിക്കുലയിലെ ഒരു ഭാഗം ഈ ഭൂമിയിൽ അന്ന് വീതം ചെയ്താൽ, ഓഹരി വെച്ചാൽ ഭൂമിയിലുള്ളവരുടെ വിശപ്പടങ്ങും. അത്രയും സമൃദ്ധമായ മുന്തിരിക്കൊല. എന്റെ നിസ്കാരം എന്നെ സ്വർഗത്തിലെത്തിച്ചു. നിസ്കാരം കൊണ്ട് സ്വർഗം കിട്ടണം. നിസ്കാരം സ്വർഗത്തിന്റെ ആസ്വാദന, അത്ര വലിയ അനുഭവ. സ്വർഗം എന്ന് പറഞ്ഞ പിന്നെ എല്ലാം മറക്കൂന്നാണല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ തറച്ച അമ്പിന്റെ കുത്തിയെടുക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. മഹാനവറുകൾക്ക് ഒരു അനിസ്റ്റേഷ്യ വേണം. പച്ച ശരീരത്തിൽ കത്തി വെച്ചിട്ട് മുറിച്ചിട്ട് എടുക്കണം ഈ അമ്പിന്റെ കുറ്റി. പല നിലക്ക് ശ്രമിച്ചു, നടന്നില്ല. അവസാനം മഹാൻ തന്നെ പറഞ്ഞു, ഞാൻ സുജൂദി കിടക്കുമ്പോ മുറിച്ചോ, ഞാൻ അറിയൂല. ഇത് പലർക്കും കിട്ടാറുണ്ടേ. ഈ നിസ്കാരം ഒരു മനുഷ്യന് കൊടുക്കുന്ന കാവല്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരു മനുഷ്യൻ അങ്ങനെ നിസ്കാരക്കാരനായ ഒരു മനുഷ്യൻ ഒരു നാട്ടിലുണ്ട് എങ്കിൽ ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവർക്കും ഈ നിസ്കാരം കൊണ്ട് ഗുണമുണ്ടേ. ആരുടെ നിസ്കാരം? ഒരു നല്ല നിസ്കാരത്തിന്റെ ഗുണം. അതായത് നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ തന്നെ ഇപ്പൊ പറഞ്ഞത്, ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ നല്ലതുണ്ടെങ്കിൽ അത് മതി, എല്ലാവരുടെയും സ്വീകരിക്കാൻ അത് ഒരെണ്ണം മതി. അല്ലാഹു കബൂലാക്കട്ടെ. ഒരു നല്ല മനുഷ്യന്റെ നിസ്കാരം അതിലുണ്ടെങ്കിൽ മതി. നിസ്കാരത്തിൽ കുറവ് വരും. എന്താ കുറവ്? ഹൃദയം പോകുന്നു എങ്ങോട്ടൊക്കെ. ആ പോകല് തടയാൻ നമ്മളെ കൊണ്ടൊരു പരിധി വരെ കഴിയൂല. അങ്ങനെ കഴിയാതെ വരുമ്പോ അതിന്റെ ഒരു പരിഹാരമാണ് നിസ്കാരത്തിൽ മറ്റു ചിന്തകൾ വന്നു പോയാൽ അതിനൊരു പരിധി വരെ പരിഹരിക്കുമെന്ന് പറയപ്പെടുന്ന ഒരു ദിക്റാണ് ശേഷം 3 അസ്തഗ്ഫിറുല്ലാഹ്. ആദ്യം അങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ് അല്ല, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ശരിക്കും മനസ്സിൽ തട്ടി തന്നെ പറയേണ്ട ദിക്റാണത്. കാരണം ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മം ചെയ്തിട്ട് അള്ളാഹുവോട് ചോദിക്കുന്നു, പടച്ചവനെ പുറത്തു തരണേന്ന്. അതെങ്ങനെ പുറത്തു തരല് മാത്രമല്ല കേട്ടോ, അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഭൂമിയിൽ സൃഷ്ടിയായ നമുക്ക് സൃഷ്ടാവായ തമ്പുരാൻ തരാനുള്ള എല്ലാത്തിനും അസ്തഗ്ഫിറുല്ലാഹ് മദീന. മഴ കിട്ടാതെ വന്നപ്പോ മഴ കിട്ടാൻ വേണ്ടി എന്ത് ചൊല്ലണമെന്ന് ചോദിച്ചപ്പോ അസ്തഗ്ഫിറുല്ലാഹ്. കുട്ടികളില്ല, കല്യാണം കഴിഞ്ഞ് എന്താ ചൊല്ലേണ്ടത് ചോദിച്ചു വന്നപ്പോഴും അപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്. എന്ത് ചോദിച്ചു വന്നാലും അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കാൻ. ഇമാം റാസി സൂറത്ത് നൂഹിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഈ സംഭവം കുറിക്കുന്നുണ്ട്. എല്ലാത്തിനും അസ്തഗ്ഫിറുല്ലാഹ് മതി. 40 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് 40 കൊല്ലം കുഞ്ഞ് ജനിച്ചിട്ടില്ല. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ആർക്കും അള്ളാന്റെ പരീക്ഷണമായിരുന്നു. 40 കൊല്ലമായി, ഈ കഴിഞ്ഞ 40 കൊല്ലം ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നാട്ടിൽ. ഈ 40 കൊല്ലമായിട്ട് മുമ്പ് കല്യാണം കഴിഞ്ഞ ആർക്കും കുട്ടികളുണ്ടായിട്ടില്ല. പരിഹാരം ചോദിച്ചപ്പോ അന്ന് നൂഹ് നബി പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് ചൊല്ലിക്കോ. വലിയ പവറാ. അത് എപ്പോഴേലും അല്ല, പോണ വഴിക്കല്ല ചൊല്ലിയത്. അത് 3 മതി. ആ 3 തന്നെ 3 ആവണം. ആ 3 നല്ല കനത്തിൽ ചൊല്ലണം. എങ്ങനെയാ കനം? കനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കടിച്ച പൊട്ടാത്ത രീതിയിൽ പറയല്ല, അങ്ങ് മനസ്സിലേക്ക് കൊണ്ടുവരണം. പഠിച്ചവനെ അതങ്ങോട്ട് മനസ്സിലേക്ക് കേറുമ്പോ തന്നെ കണ്ണങ്ങോട്ട് നനയും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിസ്കാരത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ 3 വട്ടം ശ്രമിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം മണ്ണിട്ട് മൂടി, ഒരു പ്രാവശ്യം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തില്
കല്ല് കൊണ്ടുവന്നിടാൻ ശ്രമിച്ചു. വലിയൊരു കല്ല് തല ഇങ്ങനെ നിലത്ത് വെച്ചു കൊടുത്തിരിക്കല്ലേ, അപ്പൊ കൊണ്ടുവന്ന് അങ്ങ് ഇടാൻ നല്ല സുഖം. അതാ സൂറത്ത് യാസീന്റെ തുടക്കത്തിൽ പറയുന്ന ഭാഗം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ലഖദ ഹഖൽ ഖൗലു അലാ കഫരിഹിം ഫഹും ലാ യുഅ്മിനൂൻ ഇന്നാ ജഅൽനാ ഫീ അഅ്നാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാൻ. ഈ കല്ല് കൊണ്ട് വന്നവനിങ്ങനെ കൈ പൊക്കുമല്ലോ. കല്ലായിട്ട് വന്നവനിങ്ങനെ കൈ പൊക്കി പിടിച്ചിട്ടല്ല കല്ല് താഴേക്കിടാം, അല്ലാതെ അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. കല്ല് പൊക്കിയിട്ടിടാം. അങ്ങനെ പൊക്കൽ ഇങ്ങനെ കൈ രണ്ടിങ്ങനെ കോണിക്കും. കോണിച്ചിട്ട് ഇങ്ങനെ കഴുത്തിലേക്ക് വെക്കും. എന്നിട്ട് ചങ്ങല കൊണ്ട് അങ്ങനെ കെട്ടും. ആ കെട്ട് അങ്ങനെ അവന് നാളെ വിലങ്ങ് വെക്കാ. അവരുടെ കഴുത്തിലേക്ക് കൈ വെച്ചുകൊണ്ട് കെട്ടി അങ്ങനെ വിലങ്ങ് വെച്ച നാളെ അവനെ നരകത്തിലേക്ക് കൊണ്ടുവരാന്ന് പറയാണ് സൂറത്ത് യാസീന്റെ തുടക്കം. അത് വലീദ് ഇബ്നു മുഗീറയും അബൂജഹലും പിന്നെ പേരറിയാത്ത ഒരു മല്ലനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാണ് ഇമാം സാവി രേഖപ്പെടുത്തുന്നു. അപ്പൊ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ലഹരി മുത്തുനബിക്കുണ്ടായിരുന്നു. സ്വഹീഹ് മുസ്ലിമിൽ ഒരു അധ്യായമുണ്ട് ഖുറൈശികളിൽ നിന്നും അനുഭവിച്ച പീഡനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ കാണുന്നുണ്ട് ഒട്ടകത്തിന്റെ കിൻഡിൽ കണക്ക് ഭാരം വരുന്ന ചീഞ്ഞെളിഞ്ഞ കുടൽമാലകൾ. അതങ്ങനെ പെരടിയിൽ വെച്ച പെരടി കൊണ്ട് ഒടിയും. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ സീറ്റിലോ നമ്മൾ ചാരി ഇരിക്കുന്നതിന്റെ തൊട്ടു മുകളിൽ ഒരു സാധനമുണ്ട്. എന്താ? ഹെഡ് റെസ്റ്റിന്റെ ഒരു ഭാഗമുണ്ട് അല്ലേ? അതില്ലാത്ത ഏതെങ്കിലും കാറ് കണ്ടിട്ടുണ്ട്? പഴയ കാലത്ത് അംബാസഡർ അല്ലാതെ അല്ലെങ്കിൽ പഴയ ജീപ്പ് അല്ലാതെ. അതാ വാഹനം നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾക്ക് വിധേയമായ രീതിയിൽ നിർമ്മിച്ചതാണ്. അതിന് പറയപ്പെട്ടിട്ടുള്ള ഒരു ഘടന, അതിന്റെ ഒരു നിർബന്ധിത ഘടനയാണ് ആ സാധനം ബാക്കിൽ വേണമെന്നുള്ളത്. ഏതാ? എന്തുകൊണ്ട്? വല്ല സഡൻ ബ്രേക്കോ വല്ല ആക്സിഡന്റോ ഉണ്ടായാൽ കഴുത്തിങ്ങനെ ഒടിയും. ആ ബാക്കിലേക്ക് രണ്ട് പ്രാവശ്യം ഒന്നും അങ്ങോട്ട് ആടി ഒലഞ്ഞു കഴിഞ്ഞാൽ കഴുത്തങ്ങ് ഒടിഞ്ഞു പോകും. അത് ഒടിഞ്ഞു പോവാതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ആക്സിഡന്റിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സാധനം, ഈ ഹെഡ് റെസ്റ്റ് ഉള്ളത്. ഒരു മനുഷ്യന്റെ കഴുത്ത് എത്രയും വേഗത്തിൽ ആ മനുഷ്യനെ കൊന്നുകളയാൻ പറ്റും. മനുഷ്യൻ തന്നെയല്ല, ഏത് ജീവിയുടെയും കഴുത്ത് വേഗത്തിൽ അതിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു ഇട. അറക്കണം എവിടെയാ? കഴുത്തിലല്ലേ? അറവ് കഴുത്തില. ആത്മഹത്യ ചെയ്യാൻ ആള് കയറിട്ടിട്ട് കൈയല്ല കെട്ടി തൂക്കിയത്, കഴുത്ത് തന്നെയാണ്. ഒരാള് കഴുത്ത് ഞെരിച്ചു വേഗത്തിൽ നടക്കും. അത്ര ദുർബലമായ ഭാഗമാണ് കഴുത്ത്. ഈ കഴുത്തിലാണ്, മുത്തുനബിയുടെ കഴുത്തിലാണ് കിൻഡൽ കണക്ക ഭാരമുള്ള ഒട്ടകത്തിന്റെ വെളുവെളുപ്പുള്ള, അതായത് എടുത്ത് മാറ്റാൻ പറ്റില്ല, അത്രയും സ്ലിപ്പായി പോവും. അങ്ങനത്തെ കുടൽമാല ചീഞ്ഞത് കൊണ്ടുവന്ന് എന്താന്ന് വെച്ചാൽ നബിയോടുള്ള ദേഷ്യം കൊണ്ടാണ്. നല്ലതുണ്ടായിരുന്നു അവിടെ, എന്നാലും ചീഞ്ഞത കൊണ്ടുവന്നിട്ട് കൂടുതൽ ദ്രവിച്ച ഭാരം. ഈ അടുത്ത ദിവസം വൈറലായ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു. ഖത്തറിൽ കടൽ തീരത്തോട് ചേർന്നുള്ള ഒരു മാളിൽ പാർക്ക് ചെയ്ത 2-3 കോടി രൂപ വില വരാവുന്ന ഒരു റേഞ്ച് റോവർ വാഹനത്തിന്റെ മുകളിലേക്ക് ഒരു ഭീമൻ നീരാളി കയറുന്നത് കണ്ടിരുന്നോ? ആരെങ്കിലും കണ്ടോ? ഞാൻ വിട്ടുതരാട്ടോ. ഭീമൻ നീരാളി. ഈ നീരാളി വന്ന് ഈ റേഞ്ച് റോവർ കാറിന്റെ മുകളിലേക്ക് കയറുമ്പോൾ പപ്പടം പൊടിയണം അതിനായിട്ട് ഇരുന്ന് പോവാ. കാരണം ഈ നീരാളിയുടെ ഭാരം കൊണ്ട് അത്രയും വലിയ ബുള്ളറ്റ് പ്രൂഫായ 2-3 കോടി രൂപ വില വരുന്ന ഈ വാഹനത്തിന് പോലും ആ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല എന്നാ ഇരുന്നു പോയി. നിങ്ങൾ ചിത്രം അത് കണ്ടവർക്ക് അറിയാൻ പറ്റും. അത് കണ്ടവരാരൊക്കെ ആ കൂട്ടത്തിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആരൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് പെരടി ചാർത്താന്ന് പറഞ്ഞാൽ എടുത്തു കളഞ്ഞാൽ പോരുന്നത്. അങ്ങനെയല്ല. നമ്മൾ പശുവിന്റെ പോത്തിന്റെ ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇത് വലിയ വെയിറ്റ്, അത് ഒരെണ്ണം തന്നെ ആവണമെന്നില്ല. എന്നാലും നിസ്കാരത്തിന്റെ ഏകാഗ്രതയിൽ അത് അറിഞ്ഞതേ ഇല്ല. നിസ്കാരം ലഹരി. ആ അമല് കൊണ്ട് കിട്ടിയ കരുത്ത് ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നല്ലാഹ ലയദ്ഫഉ ബിൽ മുസ്ലിമി സ്വാലിഹി അമ്മിഅത്തും മിൻ അഹ്ലി ബൈത്തും മിൻ സിറാനിഹി അൽ ബലാ ഖാല റസൂലുള്ളാഹി.
ഒരു മുഅ്മിനായ മനുഷ്യന്റെ നിസ്കാരം കൊണ്ട് അവന്റെ അയൽവക്കത്തെ 100 വീട്ടുകാർക്ക് പോലും കാവല ഖാല റസൂലുള്ളാഹി. നിസ്കാരാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിക്കട്ടോളൂ, ജീവിതത്തിൽ അമൽ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ പോലുള്ളവരെ പഠിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകുന്നത്, അമൽ കൊണ്ട് നേട്ടം ഉണ്ടാവണം. ഞാൻ ഈ യാസീൻ ഓതിയത് എനിക്ക് ഫലം ഉണ്ടാവാൻ വേണ്ടിയിട്ടാ. ഞാനൊരു ഫാത്തിഹ ഓതി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ എനിക്കതിൽ ഗുണമുണ്ടാവും, എൻ്റെ അനുഭവം അങ്ങനെയാ. അങ്ങനെ പറഞ്ഞതിൽ നിന്നും പിന്നോട്ട് നമ്മൾ മാറുന്ന അവസ്ഥയിലേക്ക് ഇപ്പൊ ഫലം കാണുന്നില്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. പാപം എവിടെയൊക്കെയോ വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ 2 കാര്യത്തിന് നമുക്ക് സമയം അറിയാൻ കഴിയില്ലെന്ന 2 കാര്യം ചിന്തകർ പറയാറുണ്ട്. 2 കാര്യം എപ്പോ തുടങ്ങി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒന്ന്, നമ്മൾ എപ്പോ മുതലാണ് ചീത്തയായി തുടങ്ങിയതെന്ന് പറയാൻ കഴിയില്ല. കാരണം പാപം ചെയ്യുന്ന നമ്മൾ അറിയില്ല, ഓർക്കില്ല. ഒരു സമൂഹം പാപം ചെയ്ത് തുടങ്ങി അവർ ചീത്തയായി എന്നത് അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് കൃത്യമായിട്ട് പിടിക്കാൻ പറ്റൂല. ഇപ്പൊ ഒരാൾ കക്കാൻ പോയി നോക്കുക, അവിടെ മുതലാണ്, അവിടെ മോഷണം നടത്തിയത് മുതലാണ് അവൻ ചീത്തയായതെന്ന് പറയാൻ പറ്റില്ല. കാരണം മോഷണം നടത്തുന്നതിന് മുമ്പ് തന്നെ മോഷ്ടിക്കണമെന്നവൻ ചിന്തിച്ചത് അതിന്റെ മുമ്പ് നടന്ന ഒരു പ്രേരണയാണ്, അതും പാപമാണ്. അപ്പൊ മോഷണം നടന്നത് മുതൽക്കല്ല അവൻ ചീത്തയായത്. അപ്പൊ ഒരു പാപത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന ഇബ്ലീസിന്റെ പ്രേരകങ്ങൾ ഒരുപാടുണ്ട്. അത് ചെറുതലേ മുതലങ്ങ് കളഞ്ഞേക്കണം. അത് നമുക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഈ അമലുകളൊക്കെ തന്നിരിക്കുന്നത്. അത് തെറ്റാണെന്നൊരു മനസാക്ഷിക്കുത്തുണ്ടല്ലോ, അത് നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ട്. വലിയ വലിയ ഫിലോസഫിയുടെ ഒക്കെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്, ഞാനൊരിക്കൽ ഒരു ഹൈന്ദവ പുരാണത്തിന്റെ ചരിത്രം പറയുന്ന ഒരു ഗ്രന്ഥം വായിച്ചപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ മനസാക്ഷിയും ഈശ്വര വിശ്വാസവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ്. മനസാക്ഷിയും ഈശ്വര വിശ്വാസവും തമ്മിൽ അതിൽ പറയുന്നത് അങ്ങനെയാ. ഈശ്വര വിശ്വാസം കൂടുന്നവർക്ക് മനസാക്ഷി കൂടുതലാണെന്ന്. ആ ധാർമ്മിക ബോധം എന്ന് പറയും അതിന്. അതുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തീർത്തും അവന്റെ ഉള്ളിൽ പറയും, അതെനിക്ക് പറ്റൂല. ഈ കഴിഞ്ഞ ദിവസം വലിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയെ കുറിച്ച് ഒരാൾ എന്നോട് ചർച്ച നടത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, സഹോദരൻ, നീ വളർന്നു വന്ന സാഹചര്യം അനുസരിച്ച് ആ ജോലി നിനക്ക് പറ്റിയതാണോ? നിനക്കൊരു വ്യക്തിത്വം ഉണ്ട്, ആ വ്യക്തിത്വത്തെ വെച്ച് നീ ചിന്തിക്കാം. ഇന്ന ആളുടെ ഇന്ന മകൻ ജീവിച്ചത് ഇന്ന സ്റ്റൈലില്ല, ആ രീതിക്ക്, ആ ജീവിത രീതിക്ക് ഈ ജോലി പറ്റോ ഇല്ലയോ ആലോചിക്കുക. ഇതിന്റെ മറുപടി ഞാനല്ല പറയേണ്ടത്. ആലോചിച്ചിട്ട് അടുത്ത വോയിസ് എനിക്ക് വിട്ടു, ഉസ്താദ് ഞാൻ ആ കേസേ എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടു, പട്ടിണി കിടന്നാലും വേണ്ടില്ല, ഞാൻ ആ ജോലിക്ക് പോവില്ല. നല്ല ശമ്പളമുള്ള ജോലിയാണ്. യൂറോപ്യൻ രാജ്യത്തായി ഇത് സംഭവിച്ചത്. അപ്പൊ നമ്മുടെ മനസാക്ഷി നമ്മെ നിയന്ത്രിക്കുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് എത്താൻ നമ്മുടെ ഉള്ളിൽ ഈമാൻ വേണം. പാപങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുക, ഇത് എപ്പോ മുതൽ തുടങ്ങി നമുക്ക് പറയാൻ പറ്റൂല. ഒരു മനുഷ്യന് സ്റ്റാർട്ടിംഗ് പോയിന്റ് തിരിച്ചറിയാൻ പറ്റാത്ത രണ്ടാമത്തെ കാര്യം ഉറക്കമാണ്. എപ്പോഴാണ് ഉറങ്ങിയത് ഇന്നലെ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂല. ഞാൻ കറക്റ്റ് 9:30 മണിക്ക് ഉറങ്ങി ഉസ്താദെ. അതെങ്ങനെ 9:30 ഉറങ്ങിയെന്ന് അറിഞ്ഞത്? ഞാൻ നോക്കി, സമയം നോക്കിയപ്പോൾ 9:30 ആയിട്ടുള്ളൂ, ഞാൻ ഉറങ്ങി. അങ്ങനെ ആ സമയം നോക്കുമ്പോൾ അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ സമയം മനസ്സിലായ സമയം എപ്പോഴാണ് എന്നത് നമുക്കതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എപ്പോഴാണ് ഉറങ്ങിയത്? ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഞാൻ കിടന്ന് അപ്പം തന്നെ ഉറങ്ങുന്നു പറഞ്ഞു. അതല്ലല്ലോ, നമ്മൾ ഉറങ്ങി തുടങ്ങുന്ന എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. മനുഷ്യന് സമയം നിശ്ചയിക്കാൻ കഴിയാത്ത 2 കാര്യങ്ങൾ. മനുഷ്യന്റെ പാപം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നകതത ഫീ ഖൽബിഹി നുക്തത്തുൻ സൗദാ. ഒരാളൊരു പാപം ചെയ്യുമ്പോ ഒരു കുഞ്ഞു കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ വന്ന് വീഴുന്നു, അവനത് അറിയുന്നേ ഇല്ല. ഒരു കുഞ്ഞു കറുത്ത പുള്ളി എവിടെയെങ്കിലും വന്ന് വീണു, അതറിയില്ല. രണ്ടാമത്തെ പാപം ചെയ്യുമ്പോൾ അതുപോലെ വേറൊന്ന് വരുന്നു, അറിയില്ല. ഇതിലേതാദ്യം വന്നത് ഒന്നും തിരിച്ചറിയില്ല. അവൻ കുറെ പാപം ചെയ്ത് ഇപ്പൊ അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥ പരിപൂർണമായും കറുത്തുപോയി. ആ ഹൃദയമുള്ളവന് അമല് കൊണ്ട് ഉപകാരം ഇല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഖുർആന്റെ ആയത്ത് ഓതി, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. അവരുടെ ഹൃദയം നിറയെ കറുത്ത പുള്ളി വന്ന് കരിവാളിച്ച് കിടക്കാൻ. ഒരു കുറ്റബോധം വേണം, ഞാൻ ഇപ്പൊ ഈ തെറ്റ് ചെയ്തല്ലോ,
അതിഞ്ഞ് ചെയ്യൂല. എന്നാൽ സുഖീല ഖൽബുഹു, അവന്റെ ഹൃദയം കഴുകി അതിങ്ങനെ നിറം വെച്ച് വരും. അപ്പൊ അത് കഴുകി പോണം. ചില വീടുകളിൽ ചില കലമുണ്ട്, കലം അലുമിനിയം കലം, അത് എന്തോരം കഴുകിയാലും കൊടുക്കൂല, അതിന്റെ അടി അങ്ങനെ ഇരിക്കുള്ളൂ. അതെന്താ? അതിപ്പോ മെനക്കെടാൻ വല്ല ഉരുളിയൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. എല്ലാ ദിവസവും പായസം വെക്കണ വീട്ടില് അതിനായിട്ട് വേണ്ടി അങ്ങനെ ഉണ്ടല്ലോ. പോത്ത് വളർത്തുന്ന വീട്ടിൽ ചിലപ്പോ അതിന് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ പാത്രം അത്രയും കഴുകി വൃത്തിയാക്കാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അതിലേക്ക് നമ്മൾ നോക്കാറില്ല. എന്ന പോലെ കരിവാളിച്ചു പോകുന്ന ഒരിടാണ് നമ്മുടെ ഹൃദയം. അങ്ങോട്ട് നമ്മൾ നോക്കാറേയില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചിലതിനെ ശ്രദ്ധിക്കാതിരുന്നത് ഇങ്ങനെ മുഷിഞ്ഞു പോകും. അങ്ങനെ മുഷിഞ്ഞു പോകുന്ന നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പ്രധാന ഭാഗമാണ് നമ്മുടെ ഹൃദയം. അതിനിങ്ങനെ ഒരു മഷി പുരണ്ടിരിക്കുക. ആ മഷി ഉള്ളിടത്തോളം കാലം എത്ര നല്ല കളറ് കൊടുത്താൽ അതവിടെ പിടിക്കില്ല. നല്ല പെയിന്റ് ആണ് എങ്കിൽ ആ പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഭിത്തി ആദ്യം ഒന്ന് വൃത്തിയാക്കും, എന്നിട്ട് ആ പെയിന്റ് തൂക്കാം. എന്തുകൊണ്ട്? ആ പെയിന്റിന്റെ ഗുണം അവിടെ കിട്ടണമെങ്കിൽ ആ പായലൊക്കെ ഒന്ന് കഴുകേണ്ട വരും. ഹൃദയത്തിൽ നിറയെ പായല, ഹൃദയത്തിൽ നിറയെ അഴുക്കാണ്. അത് കഴുകുക എന്നതാണ് ഏറ്റവും വലിയ ഇബാദത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു എന്ന വിചാരം നഷ്ടപ്പെടുന്നത് പാപം വർദ്ധിക്കുമ്പോഴാണ്. അല്ലാഹു എന്ന വിചാരം നഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ബറക്കത്തില്ലാത്തതാ. ഖാല റസൂലുള്ളാഹി, അല്ലാഹു എന്ന വിചാരം. എന്നാൽ അള്ളാഹ്ക്ക് ഇതറിയാം, അവന്റെ ഉള്ളിൽ അല്ലല്ല. പടച്ചവൻ അങ്ങോട്ട് കണ്ണടക്കാം, എന്തിലാവട്ടെ. അത് ഈ ദുനിയാവിന്റെ സിസ്റ്റാണിത്. അള്ളാന്റെ ആ കാരുണ്യത്തിൽ നമ്മൾ വഷളാവാണ് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൗ യുആഖിദുല്ലാഹു الناس بما كسبوا ما ترك على ظهرها من دابة ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا. ജനങ്ങൾ ചെയ്യുന്നതനുസരിച്ച് റബ്ബ് ചോദിക്കാൻ നിന്നിരുന്നുവെങ്കിൽ, ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയതിന് അപ്പാപ്പ അല്ലാഹു ചോദിക്കാൻ നിന്നിരുന്നുവെങ്കിൽ, മാ തറക അലാ ലഹിനിഹാ മിൻ ദാബ്ബ, ഈ ഭൂമിയുടെ മുകളിൽ ഒരു ജീവിയും ഉണ്ടാകുമേ ഇല്ല. അല്ലാഹു കണ്ണടച്ചു, അങ്ങോട്ട് പോട്ടെന്ന് വെച്ചു. വഴിപ്പെട്ടവനും അല്ലാഹു ഗുണം ചെയ്തു, വഴിപ്പെടാത്തവനും ഗുണം ചെയ്തു. ആ റബ്ബിന്റെ പേരാണ് റഹ്മാൻ. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ വിശേഷണമാണ് റഹ്മാൻ. റബ്ബിനെ പച്ചനെ വെല്ലുവിളിച്ച് പാപം ചെയ്തു. എന്നിട്ടും കിരാതമായ കൊലപാതകങ്ങൾ നടത്തുമ്പോഴും പിഞ്ചുകുഞ്ഞുങ്ങളെ ചുട്ടുകരിച്ചു കൊല്ലുമ്പോഴും ഇസ്രായേലി പട്ടാളത്തിന് ശ്വസിക്കാനുള്ള ഓക്സിജൻ അല്ലാഹു അവരുടെ മൂക്കിന്റെ തുമ്പിൽ കൊണ്ടുവന്നു കൊടുക്കുന്നു. ഭൂമിയുടെ നിയമം അങ്ങനെയാണ്. ആ ഒരു ആനുകൂല്യം നമുക്കും കിട്ടുന്നു. റബ്ബിനെ വഴിപ്പെടാഞ്ഞിട്ടും അല്ലാഹു നമുക്ക് ചെയ്തു തരുന്നു. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ഓരോ നിമിഷവും അല്ലാഹുവോട് ഓരോരുത്തരും പലതും ചോദിക്കുന്നു. ചോദിക്കാത്തവരുണ്ട് കേട്ടോ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നു, പടച്ചോനെ അത് ശരിയാക്കി തരണേ, ഇത് ശരിയാക്കി തരണേ, അത് വേണം, ഇത് വേണം, ഒക്കെ വേണം. ഓരോ സെക്കൻഡിലും ഈ ഭൂമിയിൽ ഇങ്ങനെ ചോദ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ വേറെ എവിടെയും ചോദ്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാഹുവോട്. ഈ ഭൂമി മുഴുവനും ചോദിക്കുന്നു എന്ന് മാത്രമല്ല, ആകാശത്തിലുള്ളവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഒരു സെക്കൻഡ് ഇടയില്ലാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. എല്ലാവർക്കും ചോദിക്കണം. എന്നിട്ടും റബ്ബാവട്ടെ ചോദിക്കാത്തത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാ. ചോദിക്കാത്തത് അല്ലാഹു ചെയ്തു കൊടുത്തിട്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സമയാസമയത്തിന് നമുക്ക്
എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ കണ്ണ് ചിമ്മുന്നുണ്ട് സമയാസമയം നമ്മളാരും ചോദിച്ചാൽ പഠിച്ചോനെ അത് ഇന്ന ടൈമിൽ അത് ചിമ്മല് നല്ലത്, ഞാൻ അതിനെ പറ്റി ആലോചിച്ചപ്പോൾ അതാണ് നല്ലത്, ആ സമയത്തൊന്ന് ചിമ്മണേ. ഈ ചിമ്മാതെ ഒരു 10 മിനിറ്റ് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും? കണ്ണ് ചിമ്മാതെ 10 മിനിറ്റ് പിടിച്ചുകൊണ്ട് നോക്കിയേ, ഒരു 2 മിനിറ്റിനുള്ളിൽ കണ്ണിങ്ങനെ നിറഞ്ഞ് നീറലും പുകച്ചിലുമായിട്ട് വെള്ളം ഇങ്ങനെ ഒലിക്കും. കണ്ണിങ്ങനെ ചിമ്മ അള്ളാഹു സമയബന്ധിതമായി ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ കൈകാലുകൾ പ്രവർത്തിക്കുന്നു, ഓരോ പ്രാവശ്യം കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നു. ചോദിച്ചിട്ടില്ല പഠിച്ചവനെ ഞാനിപ്പോ ഒരു കുഴിമന്തി കഴിച്ചു, അള്ളാഹുവേ അതങ്ങോട്ട് ദഹിച്ചു കിട്ടണേ. അംബിയ മുർസലിങ്ങളുടെ വർക്കത്തോട് അത് വരുന്നിട്ടില്ല, പക്ഷെ എന്നാൽ അത് സമയത്തിന് ദഹിച്ചു പോയിട്ടുണ്ട്. നമ്മളൊന്നും ചോദിക്കുന്നില്ല, എന്നാൽ അള്ളാഹു അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ചോദിക്കാത്തവന് വേണ്ടി ചോദിക്കാൻ ഒരു മലക്കിനെ റബ്ബി ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആവട്ടെ ചോദിക്കാത്ത ചെയ്യുക. അള്ളാഹിന്റെ പണി എന്താ? നമ്മൾ ചോദിച്ചത് PSCയിൽ നല്ല മാർക്ക് കിട്ടി, നല്ലൊരു ജോലി, ആ ഒരവസ്ഥയിൽ നമ്മുടെ മക്കളുടെ പഠന വിവരങ്ങളാ അള്ളാഹ് ചോദിച്ചത്. അള്ളാഹു ആ ചോദിച്ചത് അവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ റബ്ബ് നോക്കിയപ്പോ അടുത്ത ആഴ്ച ഈ ചോദ്യത്തിന് തുല്യം, അടുത്ത ആഴ്ച ആ വീട്ടിൽ വരാനുള്ള ഒരു സങ്കടമുണ്ട്. ഇപ്പൊ ഇത്രയും ചോദിച്ചാക്കി ഈ ചോദ്യത്തിന്റെ തൂക്കവും അതിന്റെ അളവും അനുസരിച്ച് ആ വരാനിരിക്കുന്ന ദുരന്തത്തിൽ അള്ളാഹു ഇളവ് ചെയ്തു കൊടുക്കും. 3 സ്റ്റിച്ച് ഇടേണ്ടതായിരിക്കും ഒരു പക്ഷേ. ചോദ്യം അള്ളാഹുവോട് നല്ലോണം ചോദിച്ചത് ഇതുമായി ബന്ധമുള്ള ഒരു ചോദ്യമല്ല, എന്നാൽ ആ ചോദ്യത്തെ അള്ളാഹു പരിഗണിച്ച് 3 സ്റ്റിച്ച് പഠിച്ചു. ചിലപ്പോ 1 സ്റ്റിച്ചാക്കി കൊടുക്കും, ചിലപ്പോൾ ആ ആപത്ത് തന്നെ മാറ്റി കൊടുക്കും. മൂമിനായ മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ ചോദിച്ചത് കിട്ടിയില്ലെങ്കിലും വരാനിരിക്കുന്ന ദുരന്തം അതിന്റെ പേരിൽ അള്ളാഹു തടയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചത് തന്നില്ലെങ്കിലും വരാനുള്ള ദുരന്തം അള്ളാഹു തടയാം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദിച്ചതും കിട്ടിയില്ല, വരാനുള്ളത് തടഞ്ഞൂല, എന്നാൽ ഈ ചോദിച്ചതിന് തുല്യമായ ഒരു അമല് അവന്റെ അക്കൗണ്ടിൽ അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അൽ ഹാഫിദ് ഇബ്നു ശർജി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദർസിൽ സൂറത്തുർ റഹ്മാനിന്റെ ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതാൻ തുടങ്ങി. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതുന്നു. ചോദിക്കുന്ന എത്രയോ കോടാനുകോടി സൃഷ്ടികൾ ചോദ്യകർത്താക്കളായി നിൽക്കുമ്പോൾ അത് കേൾക്കുന്ന ഏകനായ അല്ലാഹ് ചോദിക്കാത്തത്, ഈ ചോദ്യത്തിലില്ലാത്ത ഖൈർ കൊടുക്കാൻ അവൻ തീരുമാനമെടുക്കുന്നു. അങ്ങനത്തെ അല്ലാഹ് പടച്ചോന്റെ കരുണ നോക്കണേ. ആ തമ്പുരാനെ കുറിച്ച് ഇങ്ങനെ മഹാൻ പാരായണം ചെയ്യുന്ന ആയത്ത് ഒരു വലിയ ലഹരി കൊടുത്തു. പെട്ടെന്ന് ദർസിന്റെ അകത്തേക്ക് ഒരാൾ ഇങ്ങോട്ട് കയറി വന്നു. മുത്തഅല്ലിമീങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാം. മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നു ശർജി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ സൂറത്തുർ റഹ്മാനിന്റെ ഈ ആയത്ത് ഇങ്ങനെ, അർ-റഹ്മാൻ സൂറത്തിലെ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതാ. ഇങ്ങനെ അത് ഓതുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. പടച്ചോനെ ഞാൻ ചോദിച്ചില്ല എന്നാലും നിനക്ക് തന്നല്ലോ അല്ലാഹ്, ഞാൻ ചോദിച്ചതല്ല എന്നാലും നീ തന്നല്ലോ അല്ലാഹ്. അങ്ങനെ അദ്ദേഹത്തിന് അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങൾ അങ്ങനെ ഓർക്കാണ്. ഞാൻ ചോദിച്ചതല്ലല്ലോ അത്, എന്നാലും നീ തന്നല്ലോ. റബ്ബിനെ ഇങ്ങനെ മനസ്സിൽ ബോധ്യപ്പെട്ടത് ഇങ്ങനെ ആവർത്തിച്ചു ഓതാ. അതിന്റെ അർത്ഥം അങ്ങനെയാണല്ലോ. അതിങ്ങനെ ആലോചിച്ചത് വീണ്ടും ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ദർസിന്റെ അകത്തേക്ക് ആ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, അള്ളാഹു ചോദിക്കാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഈ ആയത്തിൽ പറയുന്നുണ്ടല്ലോ തങ്ങളെ. ഇപ്പൊ ഈ ദിവസം അള്ളാഹ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് പറയോ? ഇന്നിപ്പോ എന്ത് കാര്യം ഇപ്പൊ റബ്ബ് ചെയ്യാം? നമ്മൾ കുറെ കാര്യം ഇവിടെ ചോദിക്കാത്ത അള്ളാഹ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇന്നിപ്പോ എന്തായിരിക്കും അള്ളാഹു അങ്ങനെ ചെയ്തുതരാ? ഒരു വല്ലാത്ത ചോദ്യമായി പോയി. അൽ ഹാഫിദ് ഇബ്നു ശർജി റളിയല്ലാഹു അൻഹു തല കുനിച്ചു പിടിച്ചു. തൽക്കാലം മറുപടി പറയണ്ടെന്ന് ഓർത്തു. എന്താ പിന്നെ പറയാ? ചോദിക്കാൻ വന്ന ആള് കോലത്തിലും രൂപത്തിലും സാധാരണക്കാരനല്ല, ഏതോ കാര്യപ്പെട്ട ആളാ വന്നത്. അള്ളാഹുവോട് ആകാശത്തിലും ഭൂമിയിലുള്ള സർവരും ഓരോന്നിങ്ങനെ ചോദിക്കുന്നു. റബ്ബ് ചോദിക്കാത്തതും ചെയ്തു കൊടുക്കുന്നതിൽ വ്യാപൃതനാണ്. ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതി തന്റെ മനസ്സിൽ ഇങ്ങനെ ആ ആയത്തിന്റെ ലഹരി ഇങ്ങനെ കിട്ടാ. അപ്പൊ വന്ന ആള് ചോദിക്കുക, അല്ല റബ്ബ് ഇപ്പൊ ഇന്ന് എന്തൊക്കെയായിരിക്കും ചെയ്യാ? അള്ളാഹുവിന്റെ ഇന്നത്തെ ലിസ്റ്റിൽ എന്തൊക്കെയായിരിക്കും റബ്ബ് ഇന്ന് ഭൂമിയിലുള്ളവർക്ക് ചെയ്തു കൊടുക്കുക? എനിക്കെന്തായിരിക്കും നിന്റെ റബ്ബ് തരാ? അങ്ങനെല്ലാം പറയാൻ കഴിയുമോ?
അൽ ഹാഫിദ് ഇബ്നു ശർജി റളിയല്ലാഹു അൻഹുവിന് പെട്ടെന്ന് മനസ്സിനൊരു വിഷമം തോന്നി. പടച്ചോൻ, എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ, എത്ര അറിവുണ്ടെങ്കിൽ അതെനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. മഹാനവറുകൾ അവിടുന്ന് എണീറ്റ് പോയി, ദർസ് നിർത്തി എണീറ്റ് പോയി. ഈ ഒരു ചോദ്യം ചെന്നപ്പോ എണീറ്റ് പോയി. എന്നിട്ട് മഹാനവറുകൾക്ക് ഒരു ക്ഷീണം പോലെ തോന്നി, കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മനാമിഹി, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. മഹാനവറുകൾ ഹബീബായ നബിയോട് ഇതേ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. ഇതിലൊന്നും ചോദിക്കണമല്ലോ നബിയെ കണ്ടപ്പോ. സ്വപ്നത്തിൽ ചോദിച്ചു, നബിയെ, ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തിനെ ചോദിക്കാത്തത് അല്ലാഹ് ചെയ്തു തരുമെന്ന് ഇന്ന് റബ്ബ് എന്തപ്പോ ചെയ്യാ? അങ്ങ് ഉത്തരം പറഞ്ഞാലും ഫഖാല റസൂലുള്ളാഹി അൽ ഹാഫിദ് ഇബ്നു ശർജി എന്നവരെ സുഊനി യുബ്ദിഹാ വലാ യബ്തദിഹാ, ഒന്നിരുന്ന് ആലോചിച്ചാൽ ചിലത് ഇന്ന് റബ്ബ് ചെയ്യാൻ സാധ്യത ഉള്ളത് നമുക്ക് ബോധ്യാവും. ഒന്നിരുന്ന് ആലോചിച്ചാൽ നമുക്ക് ആലോചിക്കാൻ കഴിയാത്തത് റബ്ബ് ചെയ്യാനുള്ളതും വേറെയും ഉണ്ടാവും. അല്ലേ? ഇന്നിപ്പോ റബ്ബ് ചെയ്തു തരാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടും. അല്ലേ? അള്ളാഹു നമുക്ക് ദീർഘായുസ്സ് തരട്ടെ. ഇന്ന് റബ്ബ് ഇൻഷാ അല്ലാ, അല്ലേ, ഇൻഷാ അല്ലാ പറയുമ്പോൾ അല്ലേ, റബ്ബ് ചെയ്തു തരും ഇൻഷാ അല്ലാ. നമ്മൾ ചിന്തിക്കാത്തത് വേറെ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ചിന്തിക്കാത്തത് വേറെ ഉണ്ടാവും. അള്ളാഹു ചിലത് ചില മനസ്സിന് ബോധ്യപ്പെടുത്തി കൊടുക്കും, ചിലത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ റബ്ബിന്റെ കാര്യങ്ങൾ ആലോചിച്ച പിടി കിട്ടുന്നതുണ്ട്, പിടി കിട്ടാത്തതുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്നത്തെ കാര്യം എന്നല്ല, എന്നും. ചിലരെ അള്ളാഹു ഉന്നതിയിലെത്തും, ചിലരെ അള്ളാഹു താഴ്ത്തും, ചിലരെ അള്ളാഹു മരിപ്പിക്കും, ചിലരെ അള്ളാഹു ജീവിപ്പിക്കും. ആലോചിച്ചാൽ ഒരു പിടിയും കിട്ടൂല. ഇങ്ങനെ പറഞ്ഞോളൂ, ഇങ്ങനെ പറഞ്ഞോളൂ. അൽ ഹാഫിദ് ഇബ്നു ശർജി എന്നവരെ അങ്ങയുടെ സ്വപ്നത്തിൽ അങ്ങയുടെ മുന്നിൽ ദറസ് നടത്തുമ്പോൾ വന്ന് ഇതേ ചോദ്യം ചോദിച്ച അയാളെ പറ്റി അറിയോ? ആരാ വന്നതെന്നറിയോ? എനിക്കറിയില്ല നബി, ആരാ വന്നത്. ആ വന്ന ആളുടെ പേരാണ് മഹാനായ അബുൽ അബ്ബാസ് അൽ ഖളർ ഇബ്നു മൽകാൻ അലൈഹിസ്സലാം. ആ വന്ന ആളുടെ പേര് ഖളർ നബിയാണ് വന്നത്. ചില്ലറക്കാരനല്ല. ഒരു നബിക്ക് ഉത്തരം കിട്ടേണ്ട ചോദ്യം ആ നബി അന്വേഷിച്ച് നടക്കായിരുന്നു. റബ്ബ് ഇന്ന് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോവാ? ഒരാൾക്കും പിടിയില്ല. അല്ലാഹു അഅലം എന്ന് പറയും ചില കാര്യങ്ങളെ പറ്റി, അല്ലേ? അതൊരു അർത്ഥമുള്ള വർത്താന. അല്ലാഹു അഅലം. എന്റെ വല്യമ്മ എപ്പോഴും പറയുന്നത് അല്ലാഹു അഅലം, അല്ലാഹു അഅലം. അത് സ്വഹാബികൾ പറഞ്ഞ വാക്കാണ്. അല്ലാഹു വറസൂലുഹു അഅലമു ബിദാലിക. അല്ലാഹുക്കറിയാം, 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 അല്ലാഹുവിനറിയാം. അത് തമാശക്ക് പറഞ്ഞാലും ദിക്റാണ്. ഏത്? അല്ലാഹുക്കറിയാം. അത് തമാശക്ക് പറഞ്ഞാലും ഒന്ന് പറയൂ, തമാശക്ക് പറഞ്ഞാലും ദിക്റാണ്. അത് മനസ്സിൽ തെറ്റിയാണ്ട് പറഞ്ഞാൽ അത് കൂലി കിട്ടും. അല്ലാഹുക്കറിയാം. എന്തെന്ന്? പെര പൂട്ടി താക്കോല് കൈ പിടിച്ചോണ്ടിരിക്കുക. ഖുർആൻ ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ഇക്ക അവിടെ വണ്ടിയിൽ വന്ന് നിൽക്കുക. കുറെ നേരമായി പെര പൂട്ടി പോകുന്ന താക്കോല് കിട്ടിയിട്ടില്ല. താക്കോല് കയ്യിലിട്ട് അവിടെ. ഈ താക്കോല് നമ്മുടെ കയ്യിലുള്ള ആർക്കറിയാം? അല്ലാഹുക്കറിയാം. എടീ താക്കോല് എവിടെയാ? അല്ലാഹുക്കറിയാം. അപ്പൊ നിന്റെ കയ്യിലിരിക്കണം തുട്ടാ താക്കോല്, അത് അല്ലാഹുക്കറിയാം. അതല്ല പറഞ്ഞത്. അതായത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത്. അല്ലാഹുക്കറിയാം. നമുക്ക് അറിയില്ലാത്ത അല്ലെങ്കിൽ സംശയമുള്ള ഒരു കാര്യത്തിൽ അല്ലാഹുവിനറിയാം. എനിക്കറിയില്ല കേട്ടോ അതിനെപ്പറ്റി. എനിക്കറിയില്ല എന്ന് പറയുന്നതിനേക്കാളും അല്ലാഹു വറസൂലുഹു അഅലമു എന്ന് പറഞ്ഞിരുന്നു സഹാബികൾ. ഇപ്പൊ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ചില ആയത്തുകൾ കാണാറുണ്ടല്ലേ? അലിഫ് ലാം മീം, അല്ലേ? അങ്ങനെ കാണാറില്ലേ? ഹാമീം കാണാറില്ലേ? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ, അല്ലേ? നൂൻ ഖാഫ് കാണാറുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം ഓതുന്ന ഒരു സൂറത്താണത് യാസീൻ, അല്ലേ? എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? അതിന്റെ തഫ്സീറിൽ കാണാൻ അതിന്റെ അർത്ഥം തന്നു. അല്ലാഹു വറസൂലുഹു അഅലമു ബിദാലിക. അതിന്റെ അർത്ഥം എന്താന്ന് അല്ലാഹുവേ അറിയൂ, റസൂലിനെ അറിയൂ. അതാർക്കും അറിയില്ല. എന്നാൽ ചില മഹാന്മാരായ സ്വഹാബികളിൽ ചിലർക്ക് അറിയാട്ടോ. വളരെ വളരെ ചെറിയ രൂപത്തിൽ ചിലർക്കൊക്കെ അറിയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട ആളാണ്. അലിഫ് ലാം മീം എന്നതിന്റെ അർത്ഥം ആലു ഇമ്രാൻ തുടങ്ങുന്നതും അലിഫ് ലാം മീം
അൽ ബഖറ തുടങ്ങുന്നതും അലിഫിലാണ്. ഇത് രണ്ടും കാഴ്ചയിൽ ഒരുപോലെ, പക്ഷെ ഫലത്തിൽ വ്യത്യാസം. നമ്മൾ മുസാഫിടെ നോക്കി കഴിഞ്ഞാൽ ആകെ കാണാം ജന്നാത്തൻ തജ്രീമിൻ തഹ്തിഹൽ ആകെ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. നമ്മളെ ഓർമ്മ ഇതൊക്കെ ഒന്നാന്നാ. ചില ആൾക്കാർ ഓതി വരുമ്പോൾ അവിടെ വരുമ്പോൾ നല്ല സ്പീഡായി. കാരണം എന്താ, അത് ഇറക്കത്തിലാണല്ലോ ഇപ്പോൾ വണ്ടി അങ്ങോട്ട് പോകും. നമ്മൾ ഹോമിയോ ഗുളിക കഴിക്കണ മാതിരിയാ. ഹോമിയോ ഗുളിക നോക്കുമ്പോൾ ഒക്കെ ഒരേപോലെ ഇരിക്കണം, ഒരേ ടേസ്റ്റുമാണ്. ചിലപ്പോൾ കുപ്പിയുടെ അടപ്പ് അങ്ങനെ മാറിപ്പോൾ ഇപ്പൊ പച്ച അടപ്പുള്ള കുപ്പി, നീല അടപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതെന്താ നമുക്കറിയില്ല. എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇന്നല്ലദീന ആമനു ഒന്നാ. പക്ഷെ ഇമാം റാസി പറയുന്നുണ്ട് ഓരോന്നിനും 44 സ്ഥലത്ത് പറയുന്നുണ്ട് ഖുർആൻ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. 30-ൽ പരം സ്ഥലത്ത് പറഞ്ഞിരുന്നു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ. എത്രയോ ഇടങ്ങളിൽ ഒരു സൂറത്തിൽ തന്നെ ആവർത്തിക്കുന്നുണ്ട് വൈലു യൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഓരോന്നിനും ഓരോ അർത്ഥം നമുക്കറിയില്ല. അങ്ങനെ ഖുർആൻ. എന്തിനാ ഞാനിത് പറഞ്ഞത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദർ നബിയാണ് വന്നത് എന്ന് അൽ ഹാഫിദ് ഇബ്നു ശർജിയോട് പറഞ്ഞു, ഞെട്ടിപ്പോയി. ഖദർ വലിയ മഹാനാ, ഒരുപാട് നബിമാരോട് ചോദിച്ചിട്ടും കിട്ടാത്തതാ. അഷ്റഫുൽ ഖൽഖ് തന്നെ പറഞ്ഞു കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനായി അൽ ഹാഫിദ് ഇബ്നു ശർജി എന്ന സ്വലാത്തിന്റെ ഉപാസകനെയാണ് തെരഞ്ഞെടുത്തത്. അൽ ഹാഫിദ് ഇബ്നു ശർജിയുടെ പ്രത്യേകത അറിയോ? സ്വലാത്ത് നിരന്തരം ചൊല്ലി അത്ഭുതം തീർത്ത മഹാനാണ് അൽ ഹാഫിദ് ഇബ്നു ശർജി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഈ മറുപടി പറയാൻ വേണ്ടിയിട്ട് ഖദറിനെ കാത്തിരുന്നു. അങ്ങനെ ഫലമ്മ അസ്ബഹ അതാഹു, സുബഹിക്ക് തന്നെ ഖദർ വന്നു, നേരത്തെ വന്നു. ഫഅജാബഹു ബിദാലിക, കഴിഞ്ഞ രാത്രി റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്ത വിവരം നബിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞില്ല കേട്ടോ. സ്വപ്നം കണ്ടതൊന്നും പറഞ്ഞില്ല. ഖദറിനോട് പറഞ്ഞു അലൈഹിസ്സലാം, നിങ്ങൾ ഇന്നലെ ദർസിൽ വെച്ച ചോദ്യം ഉണ്ടല്ലോ, ഇന്നിപ്പോ അള്ളാഹ് എന്തൊക്കെ ചെയ്യും എന്ന് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതിനുള്ള മറുപടി മനുഷ്യൻ ചിന്തിച്ചാൽ പിടികിട്ടുന്നതും പിടികിട്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ റബ്ബ് ചെയ്യുന്നു എന്നൊരു ഉത്തരാണ് അതിന് ഫിറ്റായിട്ടുള്ള ഉത്തരം. അതങ്ങനെ അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതാരാ പറഞ്ഞു തന്നോ? ഇന്നലെ സ്വപ്നം കണ്ടുവെന്നോ ഒന്നും പറയാൻ നിന്നില്ല. കേട്ടപ്പോ ഖദർ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു സ്വല്ലി അലാ മൻ അല്ലമക, ഈ അറിവ് അങ്ങേക്ക് പഠിപ്പിച്ചു തന്ന ആള് ആരോ ആ ആളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഖദർ ഒരു പോക്കങ്ങ് പോയി. മനസ്സിലായില്ല? ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നലെ എനിക്ക് മറുപടി കിട്ടില്ല, ഇന്ന് സുബഹിക്കാണല്ലോ എനിക്ക് മറുപടി എന്ന്. ആ മറുപടി തങ്ങളുടെ മറുപടി അല്ലാതെ എനിക്കറിയാം. അത് പറഞ്ഞെന്ന ആളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ? ഇനി പലതും പറഞ്ഞു തരും. ആര്? ഹബീബ് പറഞ്ഞു തരും. ഇനിയും പലതും പറഞ്ഞു തരും. ഒരാൾ ഇങ്ങനെ ഖുർആൻ ഓതി ആ ഖുർആനിൽ നിന്നും മരണവേദനയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. മഹാനവറുകൾ ഇമാം ശൈഖ് മുഹീദ്ദീൻ തങ്ങളുടെ കുനിയൽ കാണാൻ സംഭവം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ആൾക്ക് മരണവേദന ഇല്ലെന്ന. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അറിയൂലെന്ന ഞാൻ നേരത്തെ പറഞ്ഞ നിസ്കാരത്തിന്റെ ലഹരി പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ലഹരി ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലഹരി എങ്ങനെ? ഞാനൊരു കാര്യം പറയാം. പാട്ട് കേട്ടാൽ താളം പിടിക്കാത്ത ആരിലുണ്ടോ? അപ്പൊ ഞാൻ ഒരു പാട്ട് കേട്ട താളം പിടിക്കാത്ത ആളാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചോ, എന്നാൽ ആരെല്ലാം അവിടെ ഒന്ന് പാടി പതുക്കെ താളം പിടിച്ചു. എന്തുകൊണ്ടാ? നമ്മുടെ ശരീരം അതിലേക്ക് ലയിക്കണം. നമ്മുടെ ശരീരം അതിൽ ലയിക്കാം. ദിക്ർ ചൊല്ലുമ്പോ ആരെങ്കിലും പട്ടാളക്കാർ നിൽക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു അങ്ങനെ ആരെങ്കിലും ദിക്ർ ചൊല്ലില്ല. ദിക്ർ ചൊല്ലുമ്പോ ആദ്യത്തെ 2 മിനിറ്റ് ഒന്നും ആടൂല, 3-ാമത്തെ മിനിറ്റില് ദിക്ർ ഇല്ലെങ്കിൽ ആട്ടം ഉണ്ടാവും നന്നായിട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? ആടി എന്തുകൊണ്ട്? അതൊരു പ്രചോദനാണ്, ശരീരം അതിലേക്ക് കണ്ട് ലയിക്കാൻ. അങ്ങനെ ഒരു ലയനം ശരീരത്തിന് കിട്ടും, ഒരു ആസ്വാദനം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു മധുരമുണ്ട്. അറിവിന്റെ നേരം നിങ്ങൾ ബിസ്മി ചൊല്ലണമെന്ന് ഖാല റസൂലുള്ളാഹി. ഈ മൃഗം അറിവിന്റെ നേരം മരിക്കേണ്ട മൃഗം മുറിവിന്റെ ആ വേദനയിൽ ബിസ്മിയുടെ മധുരം കൊണ്ട് ആ മൃഗം ബിസ്മി കേൾക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അർക്കാൻ നേരം ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പിന്നെ വേണി തക്ബീറൊക്കെ അതിന്റെ കൂടെ അങ്ങോട്ട് ചൊല്ലാം. ബിസ്മിയും സ്വലാത്തും വേണം.
ആ ബിസ്മിയും സ്വലാത്തും മൃഗത്തിന്റെ റൂഹ് പിരിയുന്ന നേരം മുറിവിന്റെ വേദനയിൽ മധുരമാണെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു മധുരാണ്. ആ മധുരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ വീട്ടിൽ തേൻ നിർബന്ധം. എന്തുകൊണ്ട്? ഒരാൾ എന്തെങ്കിലും കാരണത്താലുള്ള ഗുളിക കഴിക്കേണ്ടെന്ന് ആൾക്ക് നിർബന്ധമാണ് തേൻ. ഗുളിക കഴിച്ചില്ലെങ്കിലും ആള് തേൻ കഴിക്കും. ചെറിയത് മനസ്സിലായില്ല. ഹണി നിർബന്ധ. ഹണി ഇല്ലെങ്കിൽ പ്രശ്ന. ഒരിക്കൽ ഹണി തീർന്നിട്ട് ശർക്കര ഉരുക്കി വെച്ച് നോക്കി, പക്ഷെ ആൾക്കത് പറ്റിയില്ല. ഹണിയുടെ ടേസ്റ്റ് അറിയാം. അതുകൊണ്ട് ഹണി നിർബന്ധം. വീട്ടിൽ തേൻ നിർബന്ധമാണ്. തേൻ ഒരു വീട്ടിൽ വേണം, നിർബന്ധമാണ്. അത് ഇത്തിരി മന്ത്രിച്ചു വെച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അങ്ങനെ ഈ മധുരം കിട്ടിപ്പടിച്ചു പോയി. അങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മധുരം കിട്ടിയ മനുഷ്യന് മരണത്തിന്റെ വേദന ഇല്ല എന്ന് ഖാല റസൂലുള്ളാഹി. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മധുരമായി കിട്ടാനുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതം കൊണ്ട് ഉണ്ടാവണം. ഇത് ഉള്ളിലുണ്ട്, വായിലേക്ക് വന്നില്ല. അത് വായ കൊണ്ട് പറയാൻ തന്നെ വേണം. ഉള്ളിലുണ്ടായിട്ട് കാര്യമില്ല, പുറത്തേക്ക് വേണം. അതെന്താണ് നീ അവിടെ പറയുന്നത്? എന്റെ ഉള്ളിലുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. ഞാൻ പേടിച്ചു പോയി. എന്തേ? അങ്ങനെ നോട്ടം കണ്ടപ്പോഴേ. അതെയോ, ഇത് റൂഹ് പിടിക്കാൻ തന്നെ ആളുടെ മുഖവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പേടി വരാൻ പാടില്ല. അസ്രായേലിന്റെ പരിപൂർണ രൂപത്തിലാണ് വന്ന് നിൽക്കുന്നത്. ആ കോല അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അസ്രായേല് വന്ന് നിൽക്കുന്ന രൂപം കണ്ട പേടിച്ചു പോകും. അസ്രായേല് പോട്ടെ, നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞ സഹോദരിമാര് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് വീട്ടില്. മൂപ്പര് പിന്നാലെ വന്നിട്ട് എന്തായെന്നൊരു തട്ടികൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതെ പാത്രവും പോവും ഒക്കെ പോവും. പേടിച്ചു. മിണ്ടിട്ട് വരാൻ പാടില്ല മനുഷ്യാന്ന് ചോദിക്കും. എന്തേ? പേടിച്ചു. എപ്പോഴും കാണുന്ന ആളാണെങ്കിൽ പോലും മിണ്ടാതെ ഒരാൾ പുറകിൽ വന്നിരുന്ന് തിരിഞ്ഞു നോക്കും. അല്ലെ ആയിപ്പോ. എന്തുകൊണ്ടാ? എപ്പോഴും കാണുന്ന ആളെ ആണെങ്കിൽ പോലും ഒന്ന് പെട്ടെന്ന് കണ്ട. ഇത് ഒരിക്കലും കാണാത്ത ആളെയാണ് അന്ന് ആദ്യമായിട്ട് കാണാൻ പോണ്. ആരെ? ഇസ്രായേൽ അലൈഹിസ്സലാം പറഞ്ഞ. അന്നേരം കുറെ അലൈഹിസ്സലാം പറയാൻ അങ്ങനെ തോന്നും, പക്ഷെ കിട്ടൂല. മഹാനായ ഇസ്രായേൽ അപ്പുണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കാണ്. ഇതൊന്നും ഒരു വിഷയമല്ല. ഇതിലും വലുത് ഞാൻ കണ്ടിട്ടാ വന്നത്. ഒരു വിഷയമേ അല്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പോകുന്ന ആള് ഇസ്രായേലിനെ കണ്ടുമ്പോ വിറയ്ക്കൂല. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്, ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് അവന്റെ ഒരു കല്യാണത്തിന് മുമ്പാണെങ്കിൽ മിക്കവാറും ഉമ്മ 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 അതെന്തേ, ഉമ്മ അതെന്താ, ഇതെവിടെയാ, അതെവിടെ എന്ന് ചോദിക്കുക. ആദ്യം ഉമ്മാനെ അധികം വിളിക്കും ഒരു വീട്ടില്. ഇപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എന്ന ഉമ്മ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ വിളിക്കുന്ന ഒരാളുടെ പേര് അല്ലെങ്കിൽ ഒരാളുടെ സ്ഥാനം ഉമ്മാനെ വിളിക്കും. നമ്മുടെ വീട്ടില് വാപ്പ എന്ന് വിളിക്കുന്ന മക്കൾ വിളിക്കുന്ന ഒരു അവസ്ഥ അതിനേക്കാൾ കൂടുതൽ ഉമ്മ എന്ന് വിളിക്കുന്ന അവസ്ഥ കൂടുതൽ. അതുകൊണ്ട് ഒരു ആപത്ത് പറ്റിയാൽ ആദ്യം തന്നെ എന്താ വിളിക്കുക? എൻ്റെ ഉമ്മോ അല്ലേ, ഉമ്മ എന്ന് വരും. നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും കൂടുതൽ പറഞ്ഞത് എന്തോ അതാണ് അവസാനം പറയുള്ളൂ. വേദന വരുമ്പോൾ വലിയ വലിയ വർത്താനൊന്നും പറയില്ല നമ്മള്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത് അതാ. ഇഫ്തഹു അലാ സുബിയാനിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊട്ടിലാട്ടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടണമെന്ന പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ ചൊല്ലണം കുറെ, തന്നെ ചൊല്ലണം കുറെ. അതെപ്പോഴാ? നമ്മുടെ വായ കൊണ്ട് ചൊല്ലാനും പറയാനും പറ്റുന്ന ഒരവസ്ഥ എത്തിയാൽ ഇത് കുറേ ചൊല്ലണം ജീവിതം മുഴുവൻ. എന്നാൽ നമുക്ക് ചൊല്ലാനും പറയാനും പറ്റാത്തൊരവസ്ഥയുണ്ട്. രണ്ട് സമയങ്ങളിൽ. ഒന്ന് നമ്മൾ വാർദ്ധക്യത്തിലെത്തി മരിക്കാൻ കിടക്കണ നേരം. രണ്ട് നമ്മൾ വർത്താനം പറഞ്ഞ് തുടങ്ങാത്ത പ്രായം. ഈ രണ്ട് നേരത്ത് നമുക്ക് ചൊല്ലി കേൾപ്പിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വാങ്കുവിളി കൊണ്ട് തുടങ്ങി ജനിച്ചപ്പോ, താരാട്ട് കൊണ്ട് ഇങ്ങനെ ചൊല്ലി കേൾപ്പിച്ചു കൊണ്ടിരുന്നു. മരിക്കാൻ നേരത്തെ ആൾക്കും നമ്മൾ ചൊല്ലിക്കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ സ്വയം ചൊല്ലേണ്ടത് ചൊല്ലാൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റുള്ളവരോട് പറഞ്ഞ് ചൊല്ലിക്കൊടുത്തു. അപ്പൊ ഇത് എത്ര ചൊല്ലേണ്ട സാധനമാണ്. അതങ്ങനെ ചൊല്ലുന്ന ആൾക്ക് അസ്രായേലിനെ ഭയക്കണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടുതലുണ്ടായാൽ മതി. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ആൾക്ക് മരണവേദന ഇല്ലാന്ന് റസൂലുള്ളാഹി പറഞ്ഞതല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്ന് ചോദിക്കാൻ തീരുമാനിച്ചു. എന്തപ്പോ ഇതിന്റെ അർത്ഥം? ഹബീബായ നബി തങ്ങളോട് ചോദിക്കാൻ തീരുമാനിച്ചു. ആ രാത്രിയിൽ മഹാനവറുകൾ സ്വപ്നം കണ്ടു. ഹബീബായ നബിയോട് ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ആൾക്ക് വേദനയില്ലല്ലോ നബിയെ, ഇതെങ്ങനെയാ എനിക്ക് മനസ്സിലാകുന്നില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എഴുന്നേറ്റ് പോയി, മോനെ നീ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് സൂറത്ത് യൂസുഫ് ഓതിക്കോ, ഉത്തരം അവിടെയുണ്ട്. ഖാല റസൂലുള്ളാഹി. കണ്ടോ, മറുപടി കിട്ടും. സ്വപ്നത്തിൽ വന്നുകൊണ്ട് മഹാന്മാർക്ക് പലർക്കും വിവരം കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് വഫാത്തായി.
മയ്യത്ത് കുളിപ്പിക്കണം. എങ്ങനെ കുളിപ്പിക്കണം? സ്വപ്നമായിരുന്നു. സ്വഹാബികൾക്ക് ആ ജനാസ കുളിപ്പിക്കുന്നതിന് മുമ്പേ ഒരു തൂങ്ങിയുറക്കം വന്നു. ആ തൂങ്ങിയുറക്കത്തിൽ നിർദ്ദേശം കൊടുത്തു, ഖമീസ് ഊരേണ്ടതില്ല, അതിലിട്ട് തന്നെ കുളിപ്പിച്ചാൽ മതി. ഖാല റസൂലുള്ളാഹി. അങ്ങനെയായിരുന്നു. സൂറത്ത് യൂസുഫ് എടുത്തുകൊണ്ട് മഹാനായ വലിയ പാരായണം ചെയ്തു. അതിലുണ്ട് സുലൈഖയുടെ കൊട്ടാരത്തിൽ ആപ്പിള് മുറിച്ച സഹോദരിമാർ. ആപ്പിള് മുറിച്ചു, കയ്യും മുറിച്ചു. അവരൊട്ട് അറിഞ്ഞിട്ടുമില്ല. ഇതെവിടെയുണ്ട്? ഖുർആനിലുണ്ട്. എന്തുകൊണ്ട്? യൂസുഫ് നബിയുടെ മനോഹരമായ മുഖം കണ്ടപ്പോ അവർക്ക് ആ നേരത്ത് മുറിവിന്റെ വേദന അനുഭവം വന്നില്ല. യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടപ്പോ മുറിവിന്റെ വേദന അനുഭവിക്കാൻ പറ്റിയില്ല. മുറിവിന്റെ വേദന അവർ അറിഞ്ഞതേ ഇല്ല. യൂസുഫ് നബിയുടെ സൗന്ദര്യമല്ല, മരണ നേരത്ത് നമ്മൾ ഒരാളെ കാണൂട്ടോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ആളെ മൂന്നാലൊരു സമയത്ത് കണ്ടിരിക്കണം, ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ സ്വപ്നത്തിൽ കാണണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടൊരു മുറബിയായ ഷെയ്ഖിന്റെ മുരീദായി ആ മുറാഖബ എന്ന് പറയുന്ന വിലായത്തിന്റെ അവസ്ഥയിൽ ഫിക്റിലിരിക്കുന്ന നേരത്തെ റസൂലുള്ളാഹിനെ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും പറ്റൂല, അവിടേക്കൊക്കെ നമ്മൾ എത്തുമോ? അല്ലാഹു അലം. പിന്നെ കാണാൻ ലാസ്റ്റ് അവസരം മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണണം. ആ മൂന്നിൽ ഒരു പ്രാവശ്യം കണ്ടില്ലേ പോയി. യൂസുഫ് നബിയെ കണ്ടപ്പോ കയ്യിന്റെ വിരല് മുറിഞ്ഞത് അറിഞ്ഞില്ല. യൂസുഫ് നബി അല്ല, യൂസുഫ് നബിയെക്കാളൊക്കെ എത്രയോ ഇരട്ടി സൗന്ദര്യമുള്ള ആളാണ്. സൗന്ദര്യം 100, 50 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 25 യൂസുഫ് നബിക്കാണ്, ബാക്കി 25 മറ്റു സൃഷ്ടികൾക്കെന്ന പറയപ്പെടുന്നത്. ആ 25 കൊണ്ട് യൂസുഫ് നബിയുടെ സൗന്ദര്യം അപകട. അതുകൊണ്ടാണ് കൈ മുറിഞ്ഞത്. അത് അപൂർണ സൗന്ദര്യ. എന്നിട്ടും വേദന അറിഞ്ഞില്ല. അത് ഖുർആനിലുണ്ട്. എന്നാ മരണനേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ മതി എന്നാ പറഞ്ഞത്. എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ആയിട്ടില്ല. അതിന്റെ കൂടെ എന്തും കൂടി വേണം. ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞ മുസ്ലിം ആവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. എവിടെയൊക്കെ അള്ളാഹനെ പറയുന്നു അവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാങ്കിലുണ്ട്, നിസ്കാരത്തിലുണ്ട്, കെലിമയിലുണ്ട്. അർശിന്റെ മുകളിൽ എഴുതി വെച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ട്. അപ്പൊ അള്ളാന്റെ കൂടെ ഇവിടെ അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ, അള്ളാഹനെ അനുസരിക്കുന്ന പറഞ്ഞാൽ അവിടെ റസൂലിനെ അനുസരിക്കുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് പറഞ്ഞു. ഒരിടത്തിൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹേ പറഞ്ഞിട്ടുള്ളൂ. അതെവിടെയാ? മരിക്കാൻ നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ മതി സ്വർഗ്ഗം എന്നാ പറഞ്ഞത്. അപ്പൊ മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലണ്ടേ? വേണ്ട, മുഹമ്മദ് റസൂലുള്ളാഹ് അവിടെ ഉണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള അവിടം വരെ നീ എത്തിയാ മതി. ആളവിടെ നിന്നെ കാത്തിരിക്കാം. അത് കണ്ടിട്ട് ആ കാത്തുനിൽപ്പ് കാണുമ്പോ തന്നെ അല്ലാഹുവേ, അങ്ങോട്ട് നോക്കിയിട്ട് പിന്നെ ഇസ്രായേലിനെ നോക്കിയ വല്ല പേടിക്കണ്ടല്ലോ. അവിടെ ഉണ്ടല്ലോ. ആരെ നോക്കി? ഹബീബിനെ കണ്ടിട്ട് പിന്നെ ഇസ്രായേലിനെ കണ്ടാൽ ഉണ്ടോ? ഒരു പേടിയും പേടിക്കണ്ടല്ലോ. എന്റെ ഹബീബ് എന്നെ കാത്തു നിൽക്കുന്നു. ആ കാത്തു നിൽക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗം കണ്ടു. സ്വർഗത്തിന്റെ പൂമുറ്റത്ത് മുത്തുനബിയുണ്ട്. അത് കണ്ടു. ഞാൻ അറിയുന്നില്ല, അറിയാതെ എന്റെ വായയിൽ വന്നു പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹബീബിനെ കണ്ടാൽ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യാ? ചിരിക്കണമല്ലോ. ചിരിക്കോ? നമ്മളൊരു നല്ല മനുഷ്യനെ കണ്ടാൽ, ഏതെങ്കിലും ഒരാളെ കണ്ടാൽ നല്ല ആളാണോ, നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ചിരിക്കും. ഒരു പുണ്യകർമ്മ. അത് ചിരിക്കും അല്ലേ? ഒരു പരിചയമുള്ള ആളെ കണ്ടു കഴിഞ്ഞാ, എടോ ഇത് പരിചയമുള്ള ആളാണ്, നീ സ്വപ്നം കാണാൻ പലപ്പോഴും ശ്രമിച്ചിരുന്നു, നീ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയതല്ലേ, നിന്റെ ഓരോ സ്വലാത്തിന്റെ കൂടെ നിന്റെ പേരും നിന്റെ വാപ്പാന്റെ പേരും അവിടെ പറഞ്ഞതാണ്. ആ ആൾക്ക് നിന്നോട് നല്ല പരിചയമുണ്ടാവൂല. എന്നോട് ഏറ്റവും ബന്ധം, എനിക്ക് ഏറ്റവും പരിചയം, എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളാ. എനിക്ക് ഏറ്റവും പരിചയമുള്ള ആള് എന്റെ പേരിൽ കൂടുതൽ സ്വലാത്തില്ല ആളാ. ആ കൂടുതൽ സ്വലാത്തില്ല ആള് മരിക്കാൻ പോവാ. ആ മരിക്കാൻ പോണ ആളെ ഏറ്റവും പരിചയമുള്ള ആളാണ് ഇപ്പൊ കാണാൻ വന്നിരിക്കുന്നത് മരണ നേരത്ത്. ആൾ ഇങ്ങോട്ട് ചിരിച്ചാ അങ്ങോട്ട് ചിരിക്കോ? ആൾ ഇങ്ങോട്ട് ചിരിച്ചാ ചിരിക്കൂലേ? ആൾ ഇങ്ങോട്ട് ചിരിക്കണം തന്നെ, അല്ലാതെ തന്നെ അങ്ങോട്ട് ചിരിച്ചു പോകും നമ്മൾ. അങ്ങനെ ഒരു ചിരി വരും. എപ്പോഴാ? ഇസ്രായേൽ റൂഹ് പിടിക്കും. ആ ചിരിയുടെ മരണം അല്ലാഹു തരട്ടെ. ചുമ്മയൊന്നും ചിരിക്കുന്നതല്ല. വേദനിക്കുമ്പോ ചിരിക്കാന്ന് പറഞ്ഞ മോരും മുതിരയും പോലെ.
വേദനയും ചിരിയും ഒരുമിച്ച് വരില്ല. പക്ഷെ അത്ഭുതം അവിടെ ഉണ്ടായി, മഹാത്ഭുതം മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കളയണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി കുറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല, കുറെ സ്വലാത്ത് ചൊല്ല, അവിടേക്ക് എത്താൻ പറ്റും. അമലിന്റെ കരുത്ത് കിട്ടും. അവിടെ അമലിന്റെ കരുത്ത് കിട്ടും. ഹൃദയം വെളുപ്പിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി, ഹൃദയം വെളുപ്പിക്കാൻ സ്വലാത്ത് മതി. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. ദുആ വസിയത്ത് ഏൽപ്പിച്ച ആളുകളുടെ ആവശ്യം നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക അല്ലാ. അല്ലാഹുവേ ഇന്റർവ്യൂ അഭിമുഖീകരിക്കുന്ന മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഖൈറായ ജോലി എത്തിക്കണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ലാ. മഹാന്മാരായ ഫലസ്തീനികൾ, അതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ നീ അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അവസാനം കലിമ ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം തരണേ അല്ലാ. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സിഗാറാ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.